نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا وحبيبنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا شفيع الله. قد بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة وجاهدت في الله حق جهادي وعبدت ربك حتى أتاك اليقين فجزاك الله عنا أفضل وأكمل وأطيب وأحسن وأجزل ما جزى به نبيا عن أمته يا خير خلق الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما وليكم الله ورسوله والذين آمنوا الذين يقيمون الصلاة ويؤتون الزكاة وهم راكعون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. വളരെയേറെ ബഹുമാനവും സ്നേഹവുമുള്ള നമ്മുടെ ജമാഅത്തിന്റെ മുദരിസും ഖതീബുമായ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ, അതുപോലെ ബഹുമാനപ്പെട്ട തലക്കി ഉമർ സഖാഫി ഉസ്താദ്, മൂളൂർ ഉസ്താദ്, എംബി സഖാഫി ഉസ്താദ്, ഈ ജമാഅത്തിന്റെ പ്രസിഡന്റ്, അതുപോലെ മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ, മറ്റു ഉസ്താദുമാർ, പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ, നാട്ടുകാർ, ഉമ്മമാർ, സഹോദരിമാരെ, അല്ലാഹു ജല്ല ജലാലുഹു നാം ഒരുമിച്ച് കൂടിയതും ഈ സംസാരിക്കുന്നതും കേൾക്കുന്നതുമെല്ലാം അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമായ അഹ്ലി സുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടിയും ഇൽമിന് വേണ്ടിയും പ്രവർത്തിക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. മേറാജുൽ ഹുദ അസോസിയേഷൻ അഥവാ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന, അതിന്റെ 47ാമത്തെ വാർഷികമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പഴയകാല ഓർമ്മകളൊക്കെ ബഹുമാനപ്പെട്ട തലക്കി ഉമർ സഖാഫി ഉസ്താദും മോളൂർ ഉസ്താദും ഒക്കെ ഇവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു. ഞാന് ഒരു പുറനാട്ടുകാരനാണ്, യഥാർത്ഥത്തിൽ ഇപ്പോ ഈ നാട്ടുകാരനെ മാത്രമാണ്. അതുകൊണ്ട് പഴയ ചരിത്രങ്ങളൊന്നും എനിക്കറിയില്ലല്ലോ. ഞാനിപ്പോ ഇരുന്ന് സംസാരിക്കുന്ന എന്തും ചിലപ്പോ ചില ആൾ ആലോചനാക്കുന്നുണ്ടാവും, ഞങ്ങൾക്ക് ബയസായി പോയി. ഞാൻ ചില ബയസാവണമെന്നില്ലല്ലോ ശാരീരിക പ്രയാസങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇരുന്ന് സംസാരിക്കുന്നത്. അല്ലാഹു തആല നമുക്ക് ആഫിയത്തും ആരോഗ്യവും ഏറ്റിത്തരുമാറാവട്ടെ. പ്രിയമുള്ള നാട്ടുകാരെ, സഹോദരന്മാരെ, നാളെ ബഹുമാനപ്പെട്ട സയ്യിദ് ജാഫർ തങ്ങൾ വരുന്നല്ലേ, തങ്ങളുടെ നേതൃത്വത്തിൽ ജലാലിയ റാത്തിബ് ഇവിടെ നടക്കുന്നു.
എല്ലാ കൊല്ലവും മിറാജുൽ ഹുദന്റെ കീഴിൽ റാത്തീബ് നടക്കാറുണ്ട്. അള്ളാഹു ആ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഈ നാട്ടിലേക്ക് റഹ്മത്തും ബറക്കത്തും അള്ളാഹു ഏറ്റി വർഷിപ്പിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ജലാലിയ റാത്തീബ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ പേരിൽ അറിയപ്പെടുന്ന റാത്തീബാണ്. റാത്തീബ് എന്ന് പറഞ്ഞാൽ അത് അറബി വേർഡാണ്. ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർ ചോദിച്ചാൽ പറയും റാത്തീബ് എന്ന് പറഞ്ഞാൽ സാലറി എന്നാണ് അതിന്റെ അർത്ഥം. ശമ്പളത്തിന് റാത്തീബ് എന്ന് പറയും. പക്ഷെ ഇപ്പോൾ നാളെ ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. റാത്തീബ് എന്ന് പറഞ്ഞാൽ വേറൊരർത്ഥമുണ്ട്. മുടങ്ങാതെ സ്ഥിരമായി നടന്നു വരുന്നൊരു കാര്യത്തിന് അറബിയിൽ റാത്തീബ് എന്ന് പറയും. സ്ഥിരമായി ഇപ്പൊ നമ്മളെ ഹദ്ദാദ് റാത്തീബ് ചൊല്ലു. എല്ലാ ദിവസവും രാത്രി സ്ഥിരമായി ഇശാഇന്റെ ശേഷം നടന്നു വരുന്നൊരു കാര്യമാണ് ആ റാത്തീബ്. അതുകൊണ്ട് അതിന് ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹിബ്നു അലവിയിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു സ്ഥാപിച്ചതുകൊണ്ട് അതുകൊണ്ട് ഹദ്ദാദ് റാത്തീബ് എന്ന് പറയും. അപ്പൊ ദിക്റിന്റെ സമാഹാരമാണ് മഹാനായ ഗൗസുൽ ആലം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു നമുക്ക് ക്രോഡീകരിച്ചു തന്നതാണ്. അപ്പൊ ഞാനിത് പറഞ്ഞത് എന്തിനെന്ന് വെച്ചാൽ നേരത്തെ മൂളൂർ ഉസ്താദ് അവർകൾ സൂചിപ്പിച്ചു, ഈ നാട് അഹ്ലുസുന്നയുടെ പാരമ്പര്യമുള്ള ഒരു നാടാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പാരമ്പര്യം ഉള്ള ഒരു നാടാണല്ലോ ബാദപ്പുണി. അതിന്റെ അടയാളാണല്ലോ ഈ കാണുന്നത് മുതഅല്ലിമീങ്ങളൊക്കെ. അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന് പറയുന്നത് മഹാന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വാലിഹീങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും സ്വഹാബത്തിൽ ഉന്നതരായ ബദരീങ്ങളും മറ്റു ശുഹദാക്കളും താബീങ്ങളും 4 അഖ്താബീങ്ങളും അങ്ങനെ അഹ്ലുസുന്നയുടെ സുന്നിയായ ഒരാളാണെങ്കിൽ അവൻ ഇങ്ങനെ മഹാന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷെ ഇപ്പൊ പുതിയ തലമുറ, ഈ പുതിയ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ചില ആളുകൾക്ക് ചില സംശയങ്ങളൊക്കെ മനസ്സിലുണ്ട്. എന്താണ് ആ സംശയം? ഈ ലോകം സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ, പോറ്റി വളർത്തുവന്നവൻ ആരാ? അല്ലാഹുവാണ്. ജീവിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. മരിപ്പിക്കുന്നവനും അല്ലാഹുവാണ്. ഭക്ഷണം തരുന്നവൻ അല്ലാഹുവാണ്. വെള്ളം തരുന്നവൻ അല്ലാഹുവാണ്. ശ്വസിക്കാനുള്ള കാറ്റ് തരുന്നവൻ അല്ലാഹു ആണ്. ഇതെല്ലാം നിയന്ത്രിക്കുന്നവൻ റബ്ബാണല്ലോ. എത്രത്തോളം ഒരു കുട്ടി ഉമ്മാന്റെ ഗർഭത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പിറന്ന് ഭൂമിയിലേക്ക് വീഴുന്ന ആ സെക്കൻഡിനേക്കാൾ മുമ്പ് ഈ കുട്ടി ഭൂമിയിലേക്ക് വന്നാൽ ആ കുട്ടി കുടിക്കേണ്ട ആഹാരം റബ്ബ് അതിന്റെ വ്യവസ്ഥ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ കുട്ടി ഭൂമിയിലേക്ക് വരുന്നത്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഏതൊരു ജീവിക്കും അതിൻ്റെതായ റിസ്ക് അല്ലാഹു തആല കണക്കാക്കിയിട്ടുണ്ട്. ആ കണക്കാക്കിയ റിസ്ക് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഒരു ജീവിക്ക് അത് കിട്ടാതെ പോവുകയില്ല. അപ്പൊ ഭൂമിയിലേക്ക് ജനിച്ച് വീഴുന്നതിനേക്കാൾ മുമ്പ് ആ കുട്ടിക്ക് വേണ്ട ആവശ്യമായ ഭക്ഷണം അല്ലാഹു ഉമ്മാന്റെ മുലയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനെ അറബിയിൽ ലബ് എന്ന് പറയും. നമ്മളെ നാട്ടിലൊക്കെ ചെനപ്പാൽ എന്നൊക്കെ പറയുന്നില്ല.
അലബ്, അത് ഈ കുട്ടി ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഉമ്മാന്റെ മുലയിൽ റെഡിയാണ്. എന്നിട്ട് ആ കുട്ടി ഉമ്മാന്റെ മുലയിൽ നിന്നും മുല ഊമ്പി ആ കുഞ്ഞിങ്ങനെ മുല കുടിക്കുന്നു. ആരാണ് ഈ കുഞ്ഞിക്ക് ട്രെയിനിങ് കൊടുത്തത്? ഉമ്മാന്റെ മുലയിൽ ഇങ്ങനെ ഊമ്പിയാൽ പാല് കിട്ടുമെന്ന അറിവ് ആരാ കൊടുത്തത്? ഒരു പശു പ്രസവിച്ചാൽ ആ പ്രസവിക്കപ്പെട്ട കുഞ്ഞ് ഉമ്മാന്റെ മുലപ്പാലിലേക്ക് വായിട്ടിങ്ങനെ മുല ഊമ്പി കുടിക്കും. ആരാണ് അങ്ങനൊരു അറിവ് ആ കുഞ്ഞിക്ക് നൽകിയത്? ആരെങ്കിലും ക്ലാസ് എടുത്തിട്ടാണോ ആ കുഞ്ഞ് മുലപ്പാൽ കുടിക്കുന്നത്? ഇത് ഊമ്പിയാൽ കുടിക്കാനുള്ള നല്ല മധുരമേറിയ പാല് കിട്ടുമെന്ന് ആരാണ് അതിന് അറിവ് നൽകിയത്? ആരാണ് ആ വിജ്ഞാനം നൽകിയത്? അത് യജമാനനായ റബ്ബുൽ ഇസ്സത്താണ് നൽകുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ലോകത്ത് എല്ലാ വ്യവസ്ഥകളും അല്ലാഹു തആല ചെയ്തിട്ടുണ്ട്. ഭൂമിക്ക് വെളിച്ചം കിട്ടാനുള്ള വ്യവസ്ഥ അല്ലാഹു തആല അതിനു വേണ്ടിയുള്ള ലൈറ്റിംഗിന്റെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഒരു പരിപാടി നടത്തണമെങ്കിൽ ഇതിന് ആവശ്യമായ ലൈറ്റിങ്ങൾ കൊണ്ടുവരണം, അതിനാവശ്യമായ ജനറേറ്റർ കൊണ്ടുവരണം, അതിന് വാടക കൊടുക്കണം, അതിന് ഡീസൽ ഒഴിക്കണം, അതിന് ഒരുപാട് ചെലവുകളുണ്ട്. പക്ഷേ ഈ പ്രപഞ്ചം എന്നു മുതൽക്ക് റബ്ബ് സൃഷ്ടിച്ചുവോ അന്ന് മുതൽക്ക് റബ്ബ് തആല ഈ ലോകത്തിന് വെളിച്ചം കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചം കൊടുത്തു തന്നതിന്റെ പേരിൽ ഒരു നയാ പൈസ പോലും നമ്മൾ അങ്ങോട്ട് ബില്ലടിച്ചിട്ടില്ലല്ലോ. നമ്മുടെ വീട്ടിൽ നാം കത്തിക്കുന്ന ആ ലൈറ്റിങ്സിന് നാം കറണ്ടിന്റെ ബില്ലടക്കുന്നു. റബ്ബ് നൽകിയ ആ വെളിച്ചത്തിന് നമ്മൾ ഇന്നുവരെ ബില്ലടിച്ചിട്ടുമില്ല. ഇന്നുവരെ ആ വെളിച്ചം അതിന്റെ ആ സമയത്ത് അത് കെട്ടുപോയിട്ടുമില്ല. കൃത്യസമയത്ത് ഉദിക്കുന്നു, കൃത്യസമയത്ത് അസ്തമിക്കുന്നു. ഇത്രമാത്രം വ്യവസ്ഥയോട് ഈ പ്രപഞ്ചം അല്ലാഹു തആല സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇത്രമാത്രം സംവിധാനങ്ങളും വ്യവസ്ഥകളും എല്ലാം ചെയ്ത റബ്ബുണ്ടാകുമ്പോ പിന്നെന്തിനാണ് ഇടയിലൊരാള്? എന്തിനാണ് ഇടയിലൊരാള്? ഇങ്ങനെയാണ് ചില ആളുകൾക്കൊക്കെ സംശയം. ഞാനൊരു ദിവസം കഴിഞ്ഞ പ്രാവശ്യം ഗൾഫിൽ പോയപ്പോ കേരളത്തിൽ ഏതൊരു ഉസ്താദ് എനിക്ക് പരിചയമില്ല, അയാൾ വാട്സപ്പിൽ 2-3 വോയിസ് അയച്ചു തന്നു. വോയിസ് എന്താണ്? ഒരു ഫാമിലി ഗ്രൂപ്പിൽ നടന്ന ഒരു സഹോദരി, പെണ്ണുങ്ങളെ ഗ്രൂപ്പിൽ ഒരു സഹോദരി ഇട്ട വോയിസ്. ആ പെണ്ണുങ്ങള്, ആ ഗ്രൂപ്പിൽ ഒരുപാട് പെണ്ണുങ്ങളുണ്ട്, കുടുംബത്തിൽപ്പെട്ട കുടുംബ ഗ്രൂപ്പാണല്ലോ. അപ്പൊ അതിൽ ഒക്കെ സുന്നികളാണ്. ഇടയിൽ ഒരു വഹാബിച്ചി കയറിക്കൂടിയതാണ് കുടുംബത്തിൽപ്പെട്ട. ആ വഹാബിച്ചി പെണ്ണിന്റെ വോയിസ് ഒരു 5-10 മിനിറ്റോ നീണ്ടു നിൽക്കുന്ന വോയിസ്. എന്താ വോയിസിൽ പറയുന്നത്? അല്ല സഹോദരിമാരെ, ഈ ലോകന്മാരാ പഠിച്ചത് അല്ലാഹു അല്ലേ? നമുക്ക് ജീവൻ തന്നവനാരാ? അല്ലാഹു അല്ലേ? ആഹാരം നൽകുന്നവനാരാ? അല്ലാഹു അല്ലേ? വെള്ളം തരുന്നവൻ ആരാ? അല്ലാഹു അല്ലേ? എല്ലാം കൈകാര്യം ചെയ്യുന്ന റബ്ബ് അല്ലാഹു ഇരിക്കുമ്പോ പിന്നെ ഇടയിലെന്തിനാ ഞങ്ങൾക്ക് മുഹമ്മദ് നബി? ഇടയിലെന്തിനാ ഒരു ബദരീങ്ങൾ? ഇടയിലെന്തിനാണ് ഒരു മുഹയ്യിദ്ദീൻ ശൈഖ്? നടുവിലൊരാള് വേണോ? നമുക്കിത് വേറുന്ന് നമുക്ക് നിസ്കാരം കഴിഞ്ഞ് നേരിട്ട് റബ്ബിനോട് ചോദിക്കാം. അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ മധ്യത്തിൽ ഒരു മിഡിൽ മാനിന്റെ ആവശ്യമില്ലല്ലോ. ഒരു മധ്യസ്ഥൻ വേണോ? നമുക്ക് നടുവിലൊരാൾ വേണോ? റബ്ബിനോട് ചോദിച്ചുകൂടെ? നമുക്ക് ആരാണ് റബ്ബിന്റെയും നമ്മുടെ ഇടയിൽ തടസ്സമുണ്ടാക്കുന്നത്? എന്റെയും എന്റെ റബ്ബിന്റെയും ഇടയിൽ ആരാണ് തടസ്സം വരുന്നത്? എന്റെ കാര്യം, എനിക്ക് മക്കൾ വേണമെങ്കിൽ, എനിക്ക് കടമുള്ളത് അത് കൊടുക്കാനുള്ള പ്രാപ്തി ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ എന്റെ രോഗം സുഖമാകണമെങ്കിൽ എനിക്ക് നേരിട്ട് എന്റെ റബ്ബിനോട് ചോദിച്ചുകൂടെ?
എന്തിനാണ് എന്റെയും എന്റെ റബ്ബിന്റെയും ഇടയിൽ ബദരീങ്ങളെ വലിച്ചു കൊണ്ടുവരുന്നത്? എന്തിനാണ് എന്റെയും റബ്ബിന്റെ ഇടയിൽ മുഹയ്യിദ്ദീൻ ശൈഖിനെ വലിച്ചു കൊണ്ടുവരുന്നത്? എന്തിനാണ് എന്റെയും എന്റെ റബ്ബിന്റെ ഇടയ്ക്ക് മുഹമ്മദ് നബിനെ നടുവിൽ കൊണ്ടുവരുന്നത്? എനിക്ക് നേരിട്ട് റബ്ബിനോട് ചോദിക്കാനുള്ള അവസരമില്ലേ? ഇതാണ് പെണ്ണുങ്ങളെ ക്ലാസ്. ആ കുടുംബ ഗ്രൂപ്പിൽ പെണ്ണുങ്ങളെ ക്ലാസ് കേട്ടതൊന്നും മറ്റുള്ള പെണ്ണുങ്ങൾ അല്ലേ? പിന്നെ ഈ പെണ്ണുങ്ങൾ, ഈ താത്ത പറയുന്നത് ശരിയല്ലേ? ഈ ഖദീജമ്മ പറയുന്നത് ശരിയല്ലേ? പിന്നെ എന്തിനാ മുഹയ്യിദ്ദീൻ ശൈഖിന് എന്തിനാണ് നടുവിൽ? അല്ല പോരെ? മുഹയ്യിദ്ദീൻ ശൈഖിനേക്കാളും വലിയ കഴിവുള്ളവനല്ല അല്ലാഹ്. അപ്പൊ അല്ല ഇരിക്കുമ്പോ മുഹയ്യിദ്ദീൻ ശൈഖിനെ എന്തിനു വിളിക്കണം? നടുവിൽ വെക്കണം. ബദരീങ്ങളെക്കാളേറെ കഴിവുള്ള ആ ബദരീങ്ങളെ സൃഷ്ടിച്ചവനാരാ? അല്ലാഹു അല്ലേ? പിന്നെ എന്തിനാണ് ബദരീങ്ങൾ നടുവില്? മുഹമ്മദ് നബിനെ പഠിച്ചവനാരാ? അല്ലാഹു ആണ്. മുഹമ്മദ് നബിനേക്കാൾ കഴിവുള്ളവനാരാ? അല്ലാഹു ആണ്. ആ അല്ലാഹുവിനെ വിളിക്കാൻ സൗകര്യം ഉണ്ടാകുമ്പോ പിന്നെ നടുവിൽ എന്തിനാ മുഹമ്മദ് നബി? ഇതാണ് പുതിയ തലമുറയുടെ അല്ലെങ്കിൽ ചില ആളുകളുടെ മനസ്സിലുള്ള ചിന്ത, സംശയങ്ങൾ. സംശയമുണ്ടായാൽ ദീനിന്റെ കാര്യത്തിൽ സംശയം, വിശ്വാസത്തിന്റെ കാര്യത്തിൽ സംശയം വന്നാൽ മനിസ്തറാബ ഫീ അസ്ലിൻ മിൻ ഉസൂലുദ്ദീനി, ഇമാം ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ വളരെ കൃത്യമായി പറയുന്നൊരു സംഗതിയാണ്. മനിസ്തറാബ ഫീ അസ്ലിൻ മിൻ ഉസൂലുദ്ദീൻ, ദീനിന്റെ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരാൾക്ക് സംശയം, ഒരു ഡൗട്ട് വന്നാൽ യൽസമുഹു, അവനിക്ക് നിർബന്ധമാകും, ആ സംശയം വന്ന ആളുകൾക്ക് നിർബന്ധമാകും അസ്സഇയു ഫീ ഇസാലതിഹി, ആ സംശയം നീക്കാനുള്ള പരിശ്രമം അയാൾ നടത്തണം. അത് വെച്ചിട്ട് ഇങ്ങനെ നടക്കുകയല്ല. ആ സംശയം ദൂരീകരിക്കാൻ അറിയുന്ന ആളോട് പോയി ചോദിക്കണം. അതാണ് ചെയ്യേണ്ടത്. ഒരു സംശയം കുടുങ്ങിയാൽ ആ സംശയത്തെ വലുതാക്കി കൊണ്ടുപോയി ദീനിൽ നിന്ന് തെറിച്ചു പോകലല്ല വേണ്ടത്. അറിയുന്ന ഉസ്താദുമാരുണ്ട്, ആ ഉസ്താദന്മാരോട് പോയി ചോദിച്ച് സംശയത്തിനെ നീക്കുന്നത് ഒരു മുസ്ലിമിന്റെ നിർബന്ധ ബാധ്യതയാണ് എന്ന് ഇമാം ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ പറയുന്നു. അപ്പോ സംശയം വന്നാൽ അങ്ങനെയാ ചെയ്യേണ്ടത്. ഇതൊരു സ്വാഭാവികമായി ചില ആളുകൾക്ക് അങ്ങനെ സംശയം ഉണ്ടാകാം. ഇനി നിങ്ങൾ ഇല്ലാത്ത സംശയം വെറുതെ ഉണ്ടാക്കും വേണ്ട, അത് ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്താണ്. വെറുതെ സംശയങ്ങൾ ഉണ്ടാക്കേണ്ട. സംശയം ഉണ്ടാക്കിയാൽ മനുഷ്യന് തീരൂല, അവസാനം കുഫ്രിയത്തിലേക്ക് പോയിട്ടെത്തും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പൊ അതുകൊണ്ട് എന്തിനാണ് മുഹയ്യിദ്ദീൻ ശൈഖിന്റെ ഒരു ജലാലിയ റാത്തീബ്, അല്ലെങ്കിൽ എന്തിനാണ് മുഹയ്യിദ്ദീൻ ശൈഖിനെ നമ്മൾ പിടിക്കുന്നത് ഇടയിൽ, അല്ലെങ്കിൽ എന്തിനാണ് ബദരീങ്ങളെ എന്ന് ബദരീങ്ങളെ വിളിക്കുന്നത്? ആവശ്യമുണ്ടോ? ചോദ്യം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? മനസ്സിലായില്ലേ? എന്നാൽ പരിശുദ്ധമായ ഖുർആൻ ഇതിന്റെ ഉത്തരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. കാരണം ഇത് ലോകത്ത് പല ചെറുപ്പക്കാർക്കും ഇങ്ങനത്തെ സംശയങ്ങൾ കുടുങ്ങിപ്പോയിട്ടുണ്ട്. മൈക്കാലത്ത് 4000-ത്തിലധികം ആളുകൾ ഇപ്പോൾ എക്സ് മുസ്ലിമുകളാണ്. അള്ളാഹു നമ്മളെ വാലക്കരക്കാക്കട്ടെ. 4000-ത്തിലധികം എക്സ് മുസ്ലിം എന്ന് പറഞ്ഞാൽ മനസ്സിലായ മുർത്തദ്ദായി കാഫിറായി പോയ ആളുകൾ, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി കാഫിറായ ആളുകൾ, അവരെ സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. 4000-ത്തിലധികം ചെറുപ്പക്കാരായപ്പോൾ എന്തുകൊണ്ട് സംശയം വരുമ്പോൾ അതിനെ ദൂരീകരിക്കണം? ഇസ്ലാം എന്താണെന്ന് പഠിക്കണം. ആ പഠിക്കേണ്ട മാർഗത്തിൽ പഠിക്കണം. പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു, ഇന്നമാ വലിയുകുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനൂ الذين يقيمون الصلاة ويؤتون الزكاة وهم راكعون ومن يتولى الله ورسوله والذين آمنوا فإن حزب الله هم الغالبون. سورة المائدة. ഇന്നമാ വലിയക്കും, നിശ്ചയമായും നിങ്ങളെ സഹായിക്കുന്നവർ, നിങ്ങളെ സഹായി
നമ്മളെ ഹെൽപ്പാക്കുന്ന ആള്, നമുക്ക് സഹായിക്കുന്ന ആള് ആരൊക്കെയാണ്? അള്ളാഹു അതിന്റെ ലിസ്റ്റ് പറയുന്നു, ഖുർആനാണ്. നമ്മെ സഹായിക്കാൻ ആരാ ഉള്ളത്? ഒന്ന് അല്ലാഹു ആണ് നിങ്ങളെ സഹായിക്കാനുള്ള സഹായി. ഇന്നമാ വലിയുക്കുമുല്ലാഹ്, നിശ്ചയമായും നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾക്കുള്ളത് ഒന്ന് അല്ലാഹു ആണ്, പടച്ചവനാ. ആരാ പറയുന്നത്? ഇതാരാ പറയുന്നത്? അല്ലാഹു. എന്നിട്ട് അല്ലാഹുവിനെ അത്ര പറഞ്ഞ് നിർത്തിയാൽ മതിയാകുമായിരുന്നല്ലോ. നിങ്ങളെ സഹായിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, നിങ്ങൾക്ക് പ്രയാസങ്ങൾ വരുമ്പോ, നിങ്ങൾക്ക് രോഗങ്ങൾ വരുമ്പോ, നിങ്ങൾ കടത്തിൽ കുടുങ്ങുമ്പോ, നിങ്ങൾ കേസിൽ കുടുങ്ങുമ്പോൾ, നിങ്ങൾക്ക് മറ്റു പ്രയാസങ്ങൾ വരുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ അത് അല്ലാഹു ആകുന്ന ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അള്ളാഹ്ക്ക് അവിടെ ഫുൾ സ്റ്റോപ്പ് നൽകാമായിരുന്നു. അള്ളാഹ് നിർത്തിയില്ല. അള്ളാഹു അവിടെ നിർത്തിയില്ല. അള്ളാഹു രണ്ടാമത്തെ ഒരു കൂട്ടരെ പരിചയപ്പെടുത്തുന്നു. രണ്ടാമത്തെ ഒരാള്, നമ്മെ സഹായിക്കാൻ രണ്ടാമത്തെ ഒരാളുണ്ട്. ആരാ പറയുന്നത്? റബ്ബാണ് പറയുന്നത്, അള്ളാഹുവാ പറയുന്നത്. തോക്കല്ല പറയുന്നത്, വാദപ്പുണി ഉസ്താദും അല്ല പറയുന്നത്. ഞങ്ങൾ പറഞ്ഞെങ്കിൽ ഇത് അയാളെ സ്വന്തം ബക എന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നു. നമ്മളെ സ്വന്തം ബകൊന്നുമല്ല. നിങ്ങളെ സഹായിക്കാൻ രണ്ടാമത്തെ ഒരാൾ ഇവിടെ ഉണ്ട്. ആരാണ് ആ രണ്ടാമത്തെ ആള്? വറസൂലുഹു, അവന്റെ റസൂലും നിങ്ങളെ സഹായിക്കാൻ നിങ്ങളൊപ്പമുണ്ട്. നിങ്ങൾ ആലോചിച്ചു, ഇത് പടച്ചവൻ എന്തു പറയാൻ അധികാരമില്ലേ? ആ റബ്ബല്ലേ നിയന്ത്രിക്കുന്നത്. ആ റബ്ബ് എന്ത് പറഞ്ഞു? ഞാൻ മാത്രമേ ഉള്ളൂ സഹായിക്കാൻ, ഞാനല്ലാത്ത വേറെ ആരില്ല എന്ന് പറയാൻ അള്ളാഹ്ക്ക് സാധിക്കൂലേ? പക്ഷെ അള്ളാഹു അവസാനിപ്പിച്ചോ? ഇല്ല. അള്ളാഹു രണ്ടാമത്തെ ഒരു സഹായിനെ മനുഷ്യരാകുന്ന നമ്മുടെ മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്. ഓ റസൂലുഹു, അവന്റെ റസൂലും നിങ്ങളെ സഹായിക്കാനുണ്ട്. അപ്പോ മുഹമ്മദ് നബി ആരാ? നമ്മളെ സഹായിക്കാനുള്ള ഒരു സഹായിയാണ്. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി മൗലായ സ്വല്ലി വസല്ലി. യാ റബ്ബി, ഓ എന്റെ റബ്ബേ, ബിൽ മുസ്തഫ, മുസ്തഫയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട്, മുസ്തഫായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട്, യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ, റബ്ബേ ഞങ്ങളെ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു വരണേ അല്ലാഹ്. ആ മുഹമ്മദ് നബിനെ ഇടയാളനാക്കുന്നത് എന്തുകൊണ്ട്? ആ മുഹമ്മദ് നബി നമ്മെ സഹായിക്കുന്ന ഒരു സഹായിയായതുകൊണ്ടാണ്. ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി والسلام على الرسول الشفيع الأبطحي. ارتكبت على الخطأ, ഞാൻ കുറ്റങ്ങൾ എന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ കുറ്റങ്ങൾ ചെയ്ത് അത് വലിയ കൂമ്പാരമായി പോയിട്ടുണ്ട്. ആ കൂമ്പാരമാകുന്ന തെറ്റിന്റെ മുകളിൽ കയറി ഞാൻ ഇരിക്കുന്നു അല്ലാഹ്.
ഞാൻ കയറിയിരിക്കുകയാണ്. ഇർതകബ്തു അലൽ ഖത്താ ഗൈറ ഹസ്രിൻ വഅദദ്, എണ്ണവും കയ്യും കണക്കുമില്ലാത്ത നിലയ്ക്ക് തെറ്റിന്റെ മുകളിൽ ഞാൻ കയറിയിരിക്കുകയാണ്. ലക, ഓ നബിയേ തങ്ങളോട്, അഷ്കു, ഞാൻ എന്റെ സങ്കടം, എന്റെ ആവലാതി തങ്ങളോട് ഞാൻ ബോധ്യപ്പെടുത്തുന്നു നബിയേ. എന്തിനാ നബിയോട് പറയുന്നത്? ഇത് പറയുമ്പോ ഹാലളകുന്ന ചില ആളുണ്ട്. ഇർതകബ്തു പാടുമ്പോ എന്തോ ഈ നമ്മള് നാട്ടിലേക്ക് ഈ പയ്യു കെട്ടിട്ടെടുത്ത് ചിലപ്പോ ഇങ്ങനെ തുള്ളുന്നു, കടിച്ച് കാറ്റ് പൊക്കി ഇങ്ങനെ തുള്ളുന്നില്ലേ, കടിച്ച് നമ്മ എന്തേ തുള്ളുന്നു, കാറ്റ് പൊക്കി ചെന്നാലും അല്ലാഹു അഅലം, എന്തോ ആ കടിച്ചു തുള്ളിനെ കാക്കുന്ന ചില ആള്. ഇർതകബ്തു അലൽ ഖത്താ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ, ഓ നബിയെ അങ്ങയോട് ഞാൻ ആവലാതി പറയുന്നു. എന്തുകൊണ്ട്? ഇന്നമാ വലിയകുമുല്ലാഹ്, നിങ്ങളെ സഹായി അല്ലാഹുവാണ്. രണ്ടാമത്തെ ആള് റസൂലുഹു, ആ അള്ളാന്റെ റസൂൽ അഥവാ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ സഹായിയാണ്, നിങ്ങളെ സഹായിയാണ്. ഇത് അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടാകുമ്പോ പിന്നെ പഠിച്ചവരോട് അങ്ങോട്ട് നമ്മളെ ചോദ്യം ചെയ്യാം, മുഹമ്മദ് നബി ഞങ്ങളെ സഹായിക്കാനില്ല എന്ന് അങ്ങോട്ട് റബ്ബിനെ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റുമോ? അള്ളാഹു ഇങ്ങോട്ട് പരിചയപ്പെടുത്തി തന്നു, മുഹമ്മദ് നബി നിങ്ങളെ സഹായിക്കാനുണ്ട്, നിങ്ങളെ ഒപ്പമുണ്ട്. മൂന്നാമത്തെ കൂട്ടരുമുണ്ട് കേട്ടോ, വല്ലദീന ആമനു, യഥാർത്ഥ സത്യവിശ്വാസികളായ മഹാന്മാർ, അവരും നിങ്ങളെ സഹായിക്കാൻ നിങ്ങളെ ഒപ്പമുണ്ട്. ആരാവർ? ചില്ലറക്കാരല്ല. അല്ലദീന യുഖീമൂന സ്വലാത്ത വയുതൂന സകാത്ത, നിസ്കാരം നിലനിർത്തുന്ന ആളുകൾ, അതുപോലെ സകാത്ത് കൊടുക്കുന്ന, ഇസ്ലാമിന്റെ ചിട്ടകൾ പാലിച്ചുകൊണ്ട് നല്ല നിലക്ക് ജീവിക്കുന്ന മഹാന്മാർ. ഓഹും റാക്കിഊൻ, ധാരാളം സുന്നത്ത് നിസ്കരിക്കുന്ന സ്വാലിഹീങ്ങളായ മഹാന്മാർ, അവരും നിങ്ങളെ സഹായിക്കാൻ നിങ്ങളെ കൂടെ ഉണ്ട്. ഇതാരാ പറയുന്നത്? പടച്ചവനാ പറയുന്നത്. അപ്പോ നമുക്ക് ഇടയിൽ എന്തിനാ ഒരാള് എന്നല്ല ചോദിക്കുന്നത്. ഇടയിലെ ആളെ തന്നത് അല്ലാഹുവാണ്. ഇടയിൽ ആളെ വെക്കാൻ അള്ളാഹു തന്നെ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇടയിൽ നമ്മൾ മുഹമ്മദ് നബിയെ വെക്കുന്നത്. അതുകൊണ്ടാണ് ബദരീങ്ങളെ വെക്കുന്നത്. വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാത്ത വയുതൂന സകാ, സ്വാലിഹീങ്ങളായ മഹാന്മാർ, അവർ നിങ്ങളെ സഹായിക്കാൻ നിങ്ങളെ ഒപ്പമുണ്ട് എന്ന് ഖുർആൻ പറയുമ്പോ അതുകൊണ്ടാണ് ബദരീങ്ങളെ നമ്മളെ ഇടയിൽ വെക്കുന്നത്. ബദരീങ്ങളെ എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാ, അത് ബദരീങ്ങൾ വിട്ടു. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വിട്ടു. ശൈഖ് റിഫായും അതിൽ പെടുന്നു. കാരണം അവരൊക്കെ മഹാന്മാരാണ്. അവരെ ഇടയിൽ അള്ളാഹു നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. ആ തന്നതുകൊണ്ടാണ് മുഹയ്യിദ്ദീൻ ശൈഖിനെ നമ്മൾ വിളിക്കുന്നത്. അതുകൊണ്ടാണ് ബദരീങ്ങളെ വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇടയിൽ എന്തിനാണ് ആള് എന്ന് ചോദിച്ച് വെറുതെ വസ്വാസാക്കിയിട്ട് നടക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു ആണ് ഖുർആനിൽ പറയുന്നത്. ഇനി നിങ്ങൾ കേൾക്കണോ? പരിശുദ്ധമായ ഖുർആൻ അവിടെ മാത്രമല്ല പറഞ്ഞത്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വലവന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. സൂറത്തുൻ നിസാ നോക്കിയാൽ കാണും. വലൗ അന്നഹും, ജനങ്ങൾ തെറ്റുവോ ചെയ്ത ആളുകൾ, വലൗ അന്നഹും യളമു, അക്രമികളായ ശരീരം ആക്രമിച്ച് സാധാരണക്കാരായ ആളുകൾ അവരെങ്കാലും ആക്രമം ചെയ്തു പോയാൽ, തെറ്റുകൾ ചെയ്തു പോയാൽ എന്താ ചെയ്യേണ്ടത്? ഒരാൾ കുറ്റം ചെയ്താൽ എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിനോട് പൊറുക്കലല്ലേ ചോദിക്കണ്ടേ? അല്ലേ? ഒരാൾ കുറ്റം ചെയ്താൽ പടച്ചവനെ എനിക്ക് മാഫാക്കണേ അല്ലാഹ്. ഒരാൾ കള്ളു കുടിച്ചു, അയാൾ എന്താ ചെയ്യേണ്ടത്? പഠിച്ചവനെ കള്ളുകൂടി നിർത്തിയിട്ട് ചെയ്യണം. ഇതിപ്പോ ഇങ്ങനെ ഒരു കുപ്പി കുടിച്ചോണ്ടിരിക്കുന്ന ഇപ്പുറത്തെ തൗബാക്കിക്കൊണ്ടിരിക്കുന്നതല്ല. കള്ളുകൂടി നിർത്തിയിട്ട് എന്താക്കണം? അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങണം. പഠിച്ചവനോട് തൗബ അല്ലേ ചെയ്യേണ്ടത്?
സിനാ ചെയ്ത ഒരാൾ എന്താ ചെയ്യേണ്ടത്? അള്ളാഹിനോട് തൗബ ചെയ്യണം. അതല്ലേ കുറ്റം ചെയ്ത ആള് ചെയ്യേണ്ടത്. എന്നാ ഖുർആൻ പറയുന്നു തെറ്റ് ചെയ്ത ആളുകൾ അവർ ചെയ്യേണ്ട വേറൊരു മാർഗമുണ്ട്. എന്താണത്? വലവന്നഹും യളമു അൻഫുസഹും, അവരെ ശരീരം കുറ്റങ്ങൾ ചെയ്ത് ആക്രമിച്ചാൽ ജാഊ, ഓ നബിയേ അങ്ങയുടെ അടുത്തേക്ക്, തങ്ങളുടെ അടുത്തേക്ക് അവർ വരണം. ആരടുത്തേക്ക്? മുഹമ്മദ് നബിയുടെ അടുത്തേക്ക് വരാനാണ്, പോകാനാണ് ഖുർആൻ പറയുന്നത്. എന്തിനാ ഞാനും എന്റെ റബ്ബിന്റെ ഇടയ്ക്ക് എന്തിനാ മുഹമ്മദ് നബി? അത് അള്ളാഹു പഠിപ്പിച്ചു ഖുർആനിൽ. ജാഊ, നബിയെ തങ്ങളടുത്തേക്ക് വരണം. എന്നിട്ടോ ഫസ്തഗ്ഫിറുല്ലാഹ, അവിടെ വന്നിട്ട് ആദ്യം അവർ അള്ളാഹിനോട് മാപ്പ് ചോദിക്കണം. അള്ളാഹിനോട് മാത്രം പറഞ്ഞാ പോരാ. പടച്ചവനെ, ഞാൻ ഇന്ന ദുർബലമായ നിമിഷത്തിൽ ഞാൻ ഒരു വിചാരം ചെയ്തു പോയ അല്ലാ, ഞാൻ ഇന്ന ഒരു ദുർബലമായ നിമിഷത്തിൽ കളവ് പറഞ്ഞു അല്ലാ, ഞാൻ ഇന്ന ഒരു ദുർബലമായ നിമിഷത്തിൽ ഇന്ന കുറ്റത്തിൽ അകപ്പെട്ടു പോയി അല്ലാ. ഇത് അള്ളാഹിനോട് പറഞ്ഞാൽ മാത്രം പോരാ. വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, അള്ളാന്റെ റസൂലിനോട് അവർ എന്ത് ചെയ്യണം? റെക്കമെൻഡ് ആവശ്യപ്പെടണം. ഓ നബിയേ, എന്റെ കുറ്റം, എന്റെ പാപം, എന്റെ തെറ്റ് പുറത്തു തരാൻ, ആര്? അള്ളാഹ് പുറത്തു തരാൻ തങ്ങൾ എനിക്ക് വേണ്ടി സഹായിക്കണേ നബിയേ എന്ന് അള്ളാന്റെ റസൂലിനോട് പറയണം. എന്നിട്ട് അള്ളാന്റെ റസൂൽ നമുക്ക് വേണ്ടി റെക്കമെൻഡ്, ശിഫാറസ് ചെയ്യണം. സുബ്ഹാനല്ലാഹ്. എന്തിനാ നടുവിൽ ഒരാൾ അള്ളാഹു വെക്കുന്നത്? ഈ ആൾ ആരാ വെച്ചത്? ഞാനാണോ? അല്ല. ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാരാണോ വെച്ചത്? ആരുമല്ല. നടുവിൽ വെച്ചത് അള്ളാഹുവാ. അള്ളാന്റെ റസൂല് അവർക്ക് വേണ്ടി പൊറുക്കൽ നേടുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അള്ളാഹു ആ മനുഷ്യന്റെ അല്ലെങ്കിൽ അവരുടെ തൗബാന് റബ്ബ് തആല സ്വീകരിക്കും. എപ്പോഴാ തൗബ സ്വീകരിക്കുന്നത്? ഡയറക്റ്റ് റബ്ബിനോട് പാപം തൗബ ചെയ്താൽ സ്വീകരിക്കുന്നല്ല പറഞ്ഞത്. പിന്നെ മുഹമ്മദ് നബിയോട് പോയി പറഞ്ഞ് ആ മുഹമ്മദ് നബി ഇങ്ങോട്ട് റെക്കമെൻഡ് ചെയ്താൽ അവനിക്ക് പുറത്തു കൊടുക്കും. പരിശുദ്ധമായ ഖുർആൻ ഒരു ഉത്തമമായ മാർഗം പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 10 അല്ല, 20 അല്ല, 30-ലധികം ഇമാമീങ്ങൾ, 30-ലധികം ഇമാമീങ്ങളൊക്കെ അവരെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചൊരു ചരിത്രമുണ്ട്. ഏതെങ്കിലും 1-2 കിതാബിലൊന്നുമല്ല. ഇമാം മാവർദി റളിയല്ലാഹു അൻഹു അങ്ങിന്ന് തുടങ്ങി അൽ-ഹാവിൽ കബീർ എന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥം മുതൽ അങ്ങിന്ന് തുടങ്ങി ഇബ്നു കസീറും, അതുപോലെ തന്നെ ഇമാം ഖുർത്തുബിയും, അതുപോലെ തന്നെ ഇമാം നവവി റളിയല്ലാഹു അൻഹു, ഇമാം ഇബ്നു ഹജർ തങ്ങളും, സുബ്ഹാനല്ലാഹ്, പടക്കൂറ്റൻ ഇമാമീങ്ങളൊക്കെയും ഇമാമീങ്ങളായ ഇമാമീങ്ങൾ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയ ഒരു ചരിത്രമുണ്ട്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ എന്താണത്? ഉതുബി എന്ന് പേരുള്ള ഒരാള് പറയാ. ഉതുബി, ആ ഉതുബി എന്ന് പേരുള്ള ഒരാള് പറയുന്നു, ഞാൻ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അരികിൽ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ ഫജാറാബിയുൻ, ഒരു അഅറാബിയായ ഒരു ഗ്രാമീണ നിവാസിയായ ഹള്ളി പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ഒരു സാധുവായ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ഷരീഫിന്റെ അരികിലേക്ക് വന്നു. നബിന്റെ ഖബറിന്റെ അടുത്തേക്ക് ഒരു പാവപ്പെട്ട സാധു ഒരാൾ വന്നു. ഇത് എവിടെങ്കിലും സ്കൂൾ ബുക്കിൽ എവിടെങ്കിലും നോവലിൽ എഴുതി വെച്ച കഥയൊന്നുമല്ല. ബാലമംഗള പോലെ വായിക്കുന്ന ബുക്കൊന്നും അല്ലത്. ഇമാമിങ്ങൾ കിതാബിൽ എഴുതി വെച്ച ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഒരുപാട് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയ ചരിത്രമാണ്, ഇബ്നു കസീർ അടക്കം. അങ്ങനെ ഒരു അറാബി വന്നു റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അരികിൽ വന്നിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്,
നബിക്ക് സലാം പറഞ്ഞു. നബി ജീവിക്കുന്ന കാലത്തല്ല, നബി വഫാത്തായി ഖബറിൽ കിടക്കുമ്പോ ആ ഖബറിന്റെ അടുത്ത് വന്നിട്ടാണ് സലാം പറയുന്നത്. സലാം പറഞ്ഞിട്ട് നേരിട്ട് റസൂലുള്ളയോട് പറയാം. ഇപ്പൊ ഞാൻ എന്റെ മുന്നിലിരിക്കുന്ന ഇപ്പൊ ഉസ്താദിനോട് നേരിട്ട് പറയുന്ന അതേ ശൈലിയിൽ റസൂലുള്ളാഹി തങ്ങളോട് നബിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, വലൗ അന്ന സമീഅത്തുല്ലാഹ യഖൂലു, നബിയേ പരിശുദ്ധമായ ഖുർആനിൽ ഞാൻ അല്ലാഹ് പറഞ്ഞത് കേട്ടിട്ടുണ്ട് നബിയേ. എന്താണ് ഖുർആനിലുള്ളത്? വലൗ അന്നഹും ളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫിറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. ഞാൻ നേരത്തെ വായിച്ചർത്ഥം വെച്ച ആയത്തില്ലേ, ആ ആയത്ത് കുറ്റം ചെയ്ത ആളുകൾ അള്ളാന്റെ റസൂലിന്റെ അരികിൽ വന്നിട്ട് നബിയോട് ശഫായത്ത് ചോദിച്ച് അള്ളാഹ് പുറത്തുതരാൻ വേണ്ടി നബിന്റെ റെക്കമെൻഡ് ശഫായത്ത് ശിഫാറസ് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അവർക്ക് അള്ളാഹു തആല പുറത്തു കൊടുക്കുമെന്ന് ഖുർആൻ പറഞ്ഞ ആയത്ത് അയാൾ ഇങ്ങനെ നബിനെ വിളിച്ചുകൊണ്ട് ഓതുകയാണ്. എന്നിട്ട് പറയുന്നു നബിയോട് നേരിട്ട് ഡയറക്റ്റ് നബിയോട് പറയാ, വഖദ് ജിഇതുക, ഓ നബിയേ ഞാൻ തങ്ങളരികിലേക്ക് വന്നിട്ടുണ്ട് നബിയേ. എവിടത്തേക്ക് വന്നത്? നബിന്റെ ഖബറിന്റെ അടുത്തേക്ക് വന്നെന്നല്ല പറയുന്നത്, നിങ്ങളെ ഖബറിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് എന്നല്ല പറയുന്നത്. ഞാൻ തങ്ങളടുത്തേക്ക് വന്നിട്ടുണ്ട്. എന്തിനാ വന്നത്? എന്റെ ലക്ഷ്യം എന്താണ്? മുസ്തഗ്ഫിറൻ ലിദംബി, എന്റെ കുറ്റം അതിനെ പൊറുക്കലിന് ചെയ്ത് ചോദിക്കാനാണ് ഞാൻ വന്നത്. പിന്നെയോ മുസ്തശ്ഫി അംബിക, തങ്ങൾ എനിക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യണം, എനിക്ക് വേണ്ടി ശിഫാറസാക്കണം, അത് ആവശ്യപ്പെടാനാണ് ഞാൻ തങ്ങളടുക്കലേക്ക് വന്നത്. ഇലാ റബ്ബി, എന്റെ റബ്ബ് എന്റെ കുറ്റം എനിക്ക് പുറത്തു തരാൻ തങ്ങൾ എനിക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യണേ നബിയേ. വഫാത്തായ നബിയോടാ പറയുന്നത്. ഇത് പറയുമ്പോൾ സിർക്കായി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഒരു കൂട്ടം. സുർക്കന്നല്ലെങ്കിൽ ഇതല്ല, എന്തായിരിക്കും നമ്മ എന്ത് വേറൊരു പേരുണ്ടല്ലേ, സുർക്കക്ക് വിനാന്ന് ഇംഗ്ലീഷിൽ വിനീഗർ, അതല്ല ഇത്. ഷിർക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വഹാബികളൊക്കെ പറയുന്നത്, സലഫികൾ. അപ്പൊ റസൂലുള്ളാഹിയോട് നേരിട്ട് പറഞ്ഞെങ്കിൽ അത് സിർക്കിന് അങ്ങനെ അവന്റെ പിന്നെ ഇങ്ങനെ മൂത്തെങ്കിൽ സലഫീസം മൂത്തെങ്കിൽ പിന്നെ അതിങ്ങനെ കട്ടി കൂടലാണ് ഇതിന്റെ സിർക്ക് ഇങ്ങനെ പോകും. അപ്പോ അള്ളാന്റെ റസൂലിനോട് പറയാ, നബിയേ എനിക്ക് വേണ്ടി തങ്ങൾ ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി അത് ആവശ്യപ്പെടാനാണ് ഞാൻ തങ്ങളുടെ അടുത്തേക്ക് വന്നത്. എന്നിട്ട് അദ്ദേഹം പാടുന്നു, യാ ഖൈറ മൻ ദുഫിനത് ബിൽഖാഇ അഅ്ലമുഹു ഫതാബ മിൻ ത്വീബിഹിൻ അൽഖാഉ വൽ അകമു نفس الفداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. അള്ളാന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് ആ സാധുവായ മനുഷ്യൻ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ പുറത്ത് നിന്നുകൊണ്ട് പാടുകയാണ്, ഓ എന്റെ മുഅ്മിനീങ്ങളെ, ഈ പാട്ട് ഇന്നും മദീന സിയാറത്ത് ചെയ്യുന്ന ആളുകൾക്ക് ആ മദീനയുടെ റസൂലുള്ളാഹിന്റെ ഖബർ ശരീഫിന്റെ മതിലിൽ അവിടെ നമുക്കിത് കാണാം. ഇന്നുണ്ട്. കുറെയൊക്കെ മായ്ച്ചിനി സലഫികള്, കൈനത്ര വായിച്ചിന്, കുറെ വായിക്കാതെ ഉണ്ട്. പക്ഷെ വായിച്ചാലും പണ്ട് അരികട്ടം ഇങ്ങനെ കൊണ്ടുപോ അരിന്റെ കോണിൽ വട്ടം ഉണ്ടായി, അത് ഇങ്ങനെ പോയ ജാഗലെല്ലാം അരി വീണ്ട് കട്ടത് കൊണ്ടായി. ഇതുപോലെ സലഫികൾ കുറെ മായിച്ചിട്ടുണ്ടെങ്കിലും ആ മായിച്ചതല്ല ഇപ്പോഴും ഉണ്ട്, റെക്കോർഡുണ്ട്. അവിടെ ഏതെല്ലാം ബൈത്ത് ഉണ്ട് എന്ന് വെച്ചിട്ട് ആ റെക്കോർഡ് ചെയ്യപ്പെട്ട കിതാബന്നുണ്ട്, അവിടെ ഏതെല്ലാം ഉണ്ടായിരുന്നു. ഇരിക്കട്ടെ, അപ്പൊ ഇന്നും ഈ ബൈത്ത് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ ആ മതിലിലുണ്ട്. യാ ഖൈറ മൻ ദുഫിനത് ബിൽഖാഇ അഅ്ലമു ഫതാബ മിൻ ത്വീബിഹിൻ അൽഖാഉ വൽ അകമു. ഈ മദീനമെന്ന ഈ വിശാലമായ പ്രദേശത്ത് മറമാടപ്പെട്ട ആളുകൾ ഏറ്റവും ഖൈറായ നബിയേ,
അവിടെ നിന്നാണ് ഈ നാട്ടിലേക്ക് സുഗന്ധമെല്ലാം അടിച്ചു വീശുന്നത്. നഫ്സിൽ ഫിദാഉ ലിഖബ്രിൻ അൻത സാകിനുഹു, തങ്ങൾ ഈ താമസിക്കുന്ന ഈ ഖബറിലേക്ക് ഞാൻ എൻ്റെ ശരീരം സമർപ്പിക്കുന്നു. ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു, ഈ പരിശുദ്ധമാകുന്ന ഖബറിൽ നിന്നാണ് മാഫ് കിട്ടുന്നത്, ഈ ഖബറിൽ നിന്നാണ് ധർമ്മം ലഭിക്കുന്നത്. ഫീഹി, ഈ ഖബറിലാണ് എന്തുള്ളത്? അൽ അഫാഫ്, ഇഫത്ത്, മാന്യതയും അല്ലെങ്കിൽ മാഫ് കിട്ടുന്നതും എല്ലാം ഈ ഖബറിൽ നിന്നിട്ടാണ്. വഫീഹിൽ ജൂദു വൽ കറമു, ഈ ഖബറിൽ നിന്നാണ് എല്ലാ ധർമ്മവും ഇങ്ങോട്ട് കിട്ടുന്നത്. സുബ്ഹാനല്ലാഹ്, പച്ച ശിർക്കല്ലേ. ഈ ഖബറിൽ നിന്നാണ് ധർമ്മം കിട്ടുന്നത്, അവിടെ നിന്നാണ് മാഫ് കിട്ടുന്നത്, അവിടെ നിന്നാണ് മാന്യത ലഭിക്കുന്നത് എന്ന് അള്ളാന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് ഈ സാധുവായ മനുഷ്യൻ പാടുക. മുഫസ്സിരീങ്ങൾ അവരെ തഫ്സീറിന്റെ കിതാബിലൊക്കെ കൊടുത്തു. ഞാൻ നേരത്തെ വായിച്ച സൂറത്തുൻ നിസാഇന്റെ ആയത്തിന്റെ തഫ്സീറി മഹാന്മാർ കൊടുത്തു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇയാള് റസൂലുള്ളാഹിനെ ഇടയിലാക്കിയിട്ട് എന്തിനാണ് റസൂലുള്ള ഇടയിൽ എന്നല്ലേ ചോദിക്കുന്നേ, അല്ലേ? അള്ളാഹിനോട് ഡയറക്റ്റ് നമുക്ക് കേട്ടൂടെ? നടുവില് മുഹമ്മദ് നബി വേണോ, നടുവില് ബദരീങ്ങൾ വേണോ? അതിന് വേണോ വേണ്ടെന്ന് പഠിക്കണ്ടേ? ഈ വിഷയം തന്നെ ഇവിടെ പ്രസംഗിച്ചാൽ ഇന്ന് തീരുവോ? എത്ര ദിവസം അയാൾ പറയേണ്ടി വരും? എത്ര സംഭവങ്ങളാ, എത്ര ചരിത്രങ്ങളാണ്. ഇതറിയാതെയാ ഇമാമിങ്ങളൊക്കെ അവരൊക്കെ വിളിക്കണമെന്ന് പറഞ്ഞത്? നടുവിലൊരാൾ വേണ്ട എന്ന് ഇമാമിങ്ങൾക്കല്ലേ അറിയേണ്ടത്? ഈ ഇപ്പൊ പറഞ്ഞ സലഫിക്ക് അറിയണ്ടേ? ഈ കേരളത്തിൽ ജീവിക്കുന്ന ഏത് ഒരു 5 കൊല്ലം പോലും, ഒരു 3 കൊല്ലം പോലും മര്യാദക്ക് ദർസിൽ പഠിക്കാത്ത ഈ സലഫിയാണോ ദീന് പറയേണ്ടത്? നിങ്ങൾ ആലോചിച്ചോ. ഒരാൾ പറയുമ്പോ ആ പറയുന്നവനെ ഉണ്ടാക്കുന്ന ക്വാളിഫിക്കേഷൻ എന്തെന്ന് ആലോചിക്കട്ടെ. നമ്മൾ കൊടുക്കുന്ന ഒരു കിതാബിന്റെ ഒരു പേജ് തെറ്റുകൂടാതെ വായിക്കാൻ അറിയോ ഈ സലഫിക്ക്? അറിയോ? ബാക്കിയൊക്കെ പോട്ട് അർത്ഥം വെക്കുന്നോട്ട് അതിന് തെറ്റുകൂടാതെ വായിക്കാൻ ഈ വഹാബിക്ക് കഴിയോ? അത് വായിക്കാൻ പോലും അറിയാത്ത സലഫി വന്നിട്ട് പ്രസംഗിക്കുമ്പോ അത് കേട്ടിട്ട് ശരിയാണ്, അവരും ചെല്ലുന്നത് കുറെ സത്യം ഉണ്ട് എന്ന് മൂളുന്ന കുറെ ആളുകളുണ്ടല്ലോ. ഇതിന്റെ സത്യം, ഈ സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള പഠിപ്പ് ഉള്ളവനിക്കല്ലേ അത് പറയാൻ കഴിയുള്ളൂ. അത് പറയണമെങ്കിൽ പഠിക്കണമെങ്കിൽ എനിക്ക് താബോധണ്ടേ? 10-15 കൊല്ലക്കാലം ദർസിൽ പഠിച്ച് 10, 30, 40, 50, 60 കൊല്ലക്കാലം ദർസ് നടത്തിയ കിതാബിന്റെ പശുക്കളായി കിതാബിന്റെ മുന്നിൽ ദർസിൽ കൊടുത്ത ആളാണ് താജുൽ ഉലമയും സുൽത്താൻ ഉലമയും പോലെയാണ്. 60 കൊല്ലക്കാലം ദർസ് നടത്തിയ ആളല്ലേ സുൽത്താൻ താജുൽ ഉലമ? ഏറ്റവും വലിയ ഗ്രന്ഥമാകുന്ന ബുഖാരി ഓതിക്കൊടുത്ത ആളല്ലേ സുൽത്താൻ ഉലമ? എത്ര കൊല്ലായി ബുഖാരി ഓതിക്കൊടുക്കാൻ തുടങ്ങിയിട്ട്? എന്നിട്ട് അവർക്കൊന്നും തിരിയാത്ത ദീന ഈ മിഞ്ഞാന്ന് വന്ന ചെക്കന്മാർക്ക് തിരിയുന്നത്? നിങ്ങൾ ആലോചിച്ചു. അവർക്കൊന്നും മനസ്സിലാകാത്തതാണോ ഈ മിഞ്ഞാന്ന് പൊട്ടി പൊളച്ച ഈ പുള്ളർക്ക് മനസ്സിലാകുന്നത്? സുബ്ഹാനല്ലാഹ്, ഇമാമിങ്ങൾക്കൊന്നും തിരിഞ്ഞിട്ടില്ല, നമ്മുടെ പണ്ഡിതന്മാർക്കൊന്നും ദീന് തിരിഞ്ഞിട്ടില്ല. ദീന് തിരിഞ്ഞതാരാ? ഈ കേരളത്തിൽ 2 വർഷം 3 വർഷം അഫ്ളൽ ഉണ്ടാക്കിയ ഈ ചെക്കന്മാർ. അവർ പറഞ്ഞതല്ല കറക്റ്റ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ചു. അങ്ങനെ എന്ത് സംഭവിച്ചു? ഇദ്ദേഹം റസൂലുള്ളാഹിനെ ഇടയിലല്ലാക്കിയത്. അങ്ങനെ ഈ റസൂലുള്ളാഹിനെ വിളിച്ച് ഇടയിലാക്കിയ ഈ സാധുവായ ആള് അവിടെ നിന്ന് തിരിഞ്ഞുപോയി. പറയാണ് അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുമ്പോ ഞാൻ ഉറങ്ങിപ്പോയി. ആ ഖബറിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ഉറങ്ങിപ്പോയി. ഞാൻ സ്വപ്നത്തിൽ റസൂലുള്ളാഹിനെ കണ്ടു. ഉടനെ റസൂലുള്ള വന്നു, കിനാവിൽ റസൂലുള്ള വന്നു. ഫഖാല ലീ, എന്നോട് വിളിച്ച് റസൂലുള്ള പറയാണ്, യാ ഇപ്പൊ വന്ന് എന്നെ സിയാറത്ത് ചെയ്ത് എന്നെ വിളിച്ച് എന്നോട് ശഫാഅത്ത് ചോദിച്ച അറാബില്ലേ, അയാളടുത്തേക്ക് നീ പോകണം, അയാളടുത്ത് പോകണം. അയാൾക്ക് പോയിട്ട് ഒരു ഗുഡ് ന്യൂസ് കൊടുക്കണം. അയാളെ കുറ്റെല്ലാം പടച്ചോൻ പുറത്ത് മാഫാക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ള സന്തോഷത്തിന്റെ വാർത്ത ആ ഇപ്പൊ വന്നിട്ട് എന്നെ വിളിച്ച് എന്നോട് സഹായം ചോദിച്ചില്ലേ, അയാൾക്ക് പോയിട്ട് കൊടുക്കാൻ ഈ ഉത്ബിയോട് അല്ലാഹുവിന്റെ റസൂൽ നിർദ്ദേശിക്കുന്നു.
നിങ്ങൾ ആലോചിച്ചോക്ക്, ഇടയിൽ എന്തിനാണ് ആള്, എന്തിനാണ് മുഹമ്മദ് നബി, എന്തിനാണ് ബദരീങ്ങള്? നേരിട്ട് വരച്ചവരോട് നമുക്ക് ചോദിച്ചൂടെ? അങ്ങനെയാണോ ഖുർആൻ പഠിപ്പിച്ചത്? നേരിട്ട് ദ്വാര കണ്ടാണ് നമ്മൾ ആരും പറയുന്നില്ലല്ലോ. 5 വക്ത് നിസ്കാരം കഴിഞ്ഞിട്ട് അള്ളഹാനോടാണ് ദ്വാരക്കുന്നത്, അല്ലേ? അള്ളഹാനോട് ദ്വാരക്കുന്നു. മഹാന്മാരെയും അവരെ ഇടയിലാക്കാൻ അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുമുണ്ട്. അതാണ് സുന്നത്ത് ജമാഅത്ത്. അത് നമ്മുടെ ഉപ്പാപ്പമാര് മുതൽ ഇമാമീങ്ങളും സ്വഹാബത്തും താബീങ്ങളും എല്ലാവരും നമുക്ക് കാണിച്ചു തന്ന ഈ മാതൃകയാണത്. ഇനി നോക്ക്, സുബ്ഹാന ജല്ല ജലാലുഹു, എത്ര സംഭവങ്ങളുണ്ട്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ സൂറത്തു തൗബയിൽ, ഇടയിൽ എന്തിനാണ് ആള്, ഇടയിൽ എന്തിനാണ് എന്നല്ലേ ചോദിക്കുന്നത്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും, ലഖദ് ജാഅകും, നിശ്ചയമായി നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, റസൂലുൻ. മുതഅല്ലിമീങ്ങൾ ശ്രദ്ധിക്കണം, ഒരു റസൂലും അല്ല അതിന്റെ മാന. നഫായിസും മുഖ്തസറും ഒക്കെ പഠിച്ച കുട്ടികളല്ലേ? നക്കിറ തഅലീന് പഠിച്ചിട്ടില്ലേ? അല്ലേ? ലഖദ് ജാഅകും റസൂലുൻ, നിശ്ചയമായും നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ഒരു മഹോന്നതനായ ഒരു പ്രവാചകൻ. തഅലീമിനാണ് നക്കിറ. അത്യുന്നതനായ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്, ഒരു ബഹുമാന്യനായ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും, നിങ്ങളിൽപ്പെട്ട ഒരു മഹോന്നതനായ ഒരു പ്രവാചകൻ. ആരാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ മുഹമ്മദ് നബി ആരാണെന്ന് ഖുർആനിൽ അല്ലാഹു നമുക്ക് പരിചയപ്പെടുത്തുക. മുഹമ്മദ് നബി ആരാ? അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വരുന്ന പ്രയാസങ്ങള്, ക്ലേശങ്ങള്, ബുദ്ധിമുട്ടുകള്, നിങ്ങൾക്ക് സങ്കടങ്ങൾ വരുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വരുമ്പോൾ, നിങ്ങൾക്ക് പ്രയാസങ്ങൾ വരുമ്പോ, ആ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്, സങ്കടം അനുഭവിക്കുന്ന നബിയാണ് മുഹമ്മദ് മുസ്തഫ. മാതാപിതാക്കളെക്കാളും ചിലപ്പോ ഉപ്പമ്മക്കരുക പോയിക്കൊട്ടാ ചിലപ്പോ ചില ഉപ്പമ്മ, അല്ലേ? മകനോട് ദേഷ്യം ഉണ്ടെങ്കിൽ അവൻ അങ്ങനെയാണോ എന്ന് വിചാരിക്കുന്നതാണ് ചില ബാപ്പന്മാർ. അങ്ങനത്തെ ബാപ്പന്മാരുണ്ട്. ഞാൻ മിഞ്ഞാന്ന് എവിടുന്ന് ഒരാൾ ഒരു വാർത്ത കേട്ടു. ഒരിടത്ത് ആക്സിഡന്റ് ആയിട്ട് മകൻ മരിച്ചപ്പോ മയ്യത്തുണ്ടാകുമ്പോ ബാപ്പ കത്തി മുടിച്ചിട്ട് തോർത്ത് കൊടുത്തു. മകന്റെ മരിച്ചിന് നിർത്തിയിട്ട് ഇയാൾക്ക് കയറിയില്ല, ഇയാൾ കത്തി മുടിച്ച് തോട്ടത്തെ കൊടുത്തു. വിളിക്കുമ്പോ ഇയാൾ വരുന്നില്ല, നിങ്ങൾ പോയിട്ട് കൂക്കിന്നുള്ള. അപ്പൊ അങ്ങനത്തെ ബാപ്പന്മാരുണ്ട്. ഇരിക്കട്ടെ. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാ? അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ, കഷ്ടപ്പാടുകൾ വരുമ്പോൾ, അതിൽ ഏറ്റവും കൂടുതൽ സങ്കടവും പ്രയാസവും ഉണ്ടാകുന്ന നബി മുഹമ്മദ് മുസ്തഫ. അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ഖുർആൻ പറയുന്നത്, ഞങ്ങൾക്ക് കഷ്ടം വരുമ്പോ മുഹമ്മദ് നബിക്ക് അതിൽ പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഹകീം തിർമിദി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അൽ മുസ്നദ മിൻ നവാദിൽ ഉസൂൽ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി ആരാ? മുഹമ്മദ് നബിനെ എന്തിന് അടയാളനാക്കുന്നു, എന്തിന് ഒരു മിഡ്ൽമാനാക്കുന്നു എന്ന് ചോദിക്കുന്ന ആളുകൾ മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലാരാ? മഅ്മനുൽ ഖൽഖി, പടപ്പുകൾക്ക് കാവൽ നൽകുന്ന ആളാണ്, സൃഷ്ടികൾക്ക് കാവൽ നൽകുന്ന ആളാണ് മുഹമ്മദ് നബി. വമഫ്സഉഹും, അവർക്ക് അഭയം നൽകുന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ.
അതിനുള്ള പവർ റബ്ബ് കൊടുത്തു. ചൊല്ലുമ്പോ പേടിയുണ്ട്. അല്ലാഹ് കൊടുത്തു. പടപ്പുകൾക്ക് കാവൽ കൊടുക്കുന്ന നേതാവാണ്, പടപ്പുകൾക്ക് അഭയം നൽകുന്ന നേതാവാണ്. ലഹു അത്ഫുൽ ആബാ വശഫഖത്തുൽ ഉമ്മാത്. എല്ലാ ബാപ്പാമാരും അവരെ മക്കളോട് കാണിക്കുന്ന വാത്സല്യങ്ങൾ എന്താണോ ആ വാത്സല്യം ലോകത്തുള്ള സർവ്വ ഉമ്മത്തികളോടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിക്കുന്നു. ഒരു ഉമ്മ മക്കളോട് കാണിക്കുന്ന ഏതെല്ലാം സ്നേഹമുണ്ടോ അതൊക്കെയും മുഹമ്മദ് നബി കാണിക്കുന്നു. അത് ഹയാത്ത് കാലത്ത് മാത്രമല്ല, നബിന്റെ വഫാത്ത് കാലത്ത് ഖിയാമത്ത് നാൾ വരെ വരുന്ന ലോകത്തുള്ള സർവ്വ ആളുകളുടെയും അഭയകേന്ദ്രമാണ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് മുഹമ്മദ് നബിനെ നമ്മൾ ഇടയിലാക്കുന്നത്. മിഡിൽ മാൻ എന്തിനി നേരിട്ട് പഠിച്ചു ഒഴിച്ചൂടെ? ഖുർആനാണ് പഠിപ്പിക്കുന്നത്. ഞങ്ങളെ മിഡിൽ മാനായി റബ്ബ് നമുക്ക് തന്നിട്ടുണ്ട്. മഹാന്മാരെയും മിഡിൽ മാനായി അള്ളാഹു തആല നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ മഹാന്മാരെ നമ്മൾ ബന്ധപ്പെടുന്നതും. ഇനി നോക്ക് നിങ്ങൾ, അവർക്ക് അതിന് പവറില്ലേ? അതിന് അധികാരമില്ലേ? ഉണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ഖാദിമായിരുന്നു ബഹുമാനപ്പെട്ട റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു. നബിന്റെ ഖാദിമാണ്. ചില ആൾ ചോദിക്കുന്നുണ്ട്, ഉസ്താദന്മാർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ നേതാക്കന്മാർക്ക് ഒരു ഖാദിം വരുമ്പോ എന്തിനാർക്ക് ഖാദിമു? എന്തിനാ ഖാദിം? അയാളെ ഖിദ്മത്ത്, അയാൾ പണി അയാൾക്ക് തന്നെ എടുത്തൂടെ? നബിക്ക് ഒരുപാട് ഖാദിമീങ്ങൾ ഉണ്ടായിരുന്നു. അള്ളാഹിന്റെ റസൂലിന് ഒരുപാട് ഖാദിമീങ്ങൾ ഉണ്ടായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു 10 കൊല്ലത്തിന്റെ ഖാദിമായിരുന്നു. റബീഅത്ത് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ഖാദിമായിരുന്നു. അങ്ങനെ അദ്ദേഹം എന്താ ചെയ്യാ? അള്ളാഹിന്റെ റസൂല് രാത്രി വീട്ടിൽ കടന്നുറങ്ങുമ്പോ ഈ റബീഅത്ത് എന്ന പേരുള്ള ഈ സ്വഹാബി രാത്രി ഉറങ്ങാതെ പുറത്ത് തണ്ണിന്റെ ഒരു പാത്രം പിടിച്ചിട്ട് നിൽക്കും. എന്തിന്? ചിലപ്പോ റസൂലുള്ളാഹി തങ്ങൾക്ക് ആവശ്യം വീട്ടാണ്ടി വന്നാൽ വെള്ളം വേണ്ടിവരുമല്ലോ. ഇന്നത്തെ പോലെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും ടോയ്ലറ്റും ഒന്നും ഇല്ലാത്ത കാലല്ലേ. അതുകൊണ്ട് അള്ളാന്റെ റസൂലിന് വെള്ളത്തിന്റെ ആവശ്യം വരും. അപ്പൊ ഉറങ്ങാതെ ഇദ്ദേഹം വെള്ളത്തിന്റെ പാത്രം പിടിച്ചിങ്ങനെ പുറത്ത് കാത്തിക്കാണ് രാത്രി സമയത്ത്, ഈ റബീഅത്ത് എന്ന് പറയുന്ന ആള്. അങ്ങനെ ഒരു ദിവസം അള്ളാന്റെ റസൂല് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ഈ റബീഅത്ത് വെള്ളത്തിന്റെ തണ്ണിന്റെ പാത്രം പിടിച്ചിങ്ങനെ പുറത്ത് നിൽക്കുന്നു നബിനെ കാത്തിട്ട് ഉറങ്ങാതെ. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ റസൂലിനെ ഇത് കണ്ടപ്പോ വല്ലാത്ത ബേജാറായി. രാത്രി ഉറങ്ങാതെ കാത്തിക്കാണല്ലോ ഖിദ്മത്തിന് വേണ്ടി, നബിന്റെ ഖിദ്മത്ത് എടുക്കാൻ. അപ്പോ ഇത് കണ്ടപ്പോ അള്ളാന്റെ റസൂല് ചോദിച്ചു, നബി ഈ റബീഅത്തിനോട് അങ്ങ് ഒരു ഓഫർ കൊടുത്തു, സൽ യാ റബീഅ, സൽ യാ റബീഅ, റബീഅ എന്ത് വേണോ നീ ചോദിച്ചോ, ഞാൻ തരാം. എന്ത് വേണം ചോദിച്ചു തരാം. അങ്ങനെ അർത്ഥം കിട്ടി. അത് മുത്താലിങ്ങൾക്ക് അറിയാം, അറബി ഗ്രാമർ പഠിച്ച ആളുകൾക്ക് അറിയാം അല്ലേ? ഒരു ക്രിയയുടെ കർമ്മം പറഞ്ഞില്ലെങ്കിൽ, മഫൂല് പറഞ്ഞില്ലെങ്കിൽ മാനവിശാലമായ അർത്ഥം കിട്ടും. എന്ത് ചോദിക്കണം എന്ന് റസൂലുള്ളാഹി പറഞ്ഞില്ല, സൽ എന്ത് വേണമെങ്കിലും ചോദിച്ചോ, സൽ യാ റബീഅ എന്ത് വേണോ നീ കേക്ക്, ഞാൻ തരാം. ആ സമയത്ത് റബിയ നല്ല ബുദ്ധിയുള്ള ചെറുപ്പക്കാരനാണ്. ഞങ്ങളാണെങ്കിൽ ചോദിക്ക് പറയാമെന്നു, നിനക്കൊരു കാറ് കിട്ടണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറച്ച് ജാഗ കിട്ടിയെങ്കിൽ ആട്ടി പോരായിട്ടാനി, അല്ലെങ്കിൽ കുറച്ച് തോട്ടം കിട്ടിയെങ്കിൽ ആട്ടി, അല്ലെങ്കിൽ വേറെ ഒട്ടകം കിട്ടിയെങ്കിൽ ആട്ടി എന്ന് പറയുമായിരുന്നു. റബിയത്ത് നല്ല ബുദ്ധിയുള്ള ആളാണ്. റബിയത്ത് പറഞ്ഞു, നബിയെ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ തങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒന്നിച്ച് ജീവിക്കാനുള്ള ആ സൗഭാഗ്യം എനിക്ക് വേണോ? സുബ്ഹാനല്ലാഹ്. ചെറിയ വിഷയല്ലേ കേട്ട്. സ്വർഗം തന്നാ പോരാ, സ്വർഗത്തിൽ ആരെ കൂടെ കിട്ടണം? തങ്ങളെ ഒന്നിച്ചിരുന്ന ആ സ്ഥാനം കിട്ടണം. നബിക്കാണെങ്കിലോ വലിയ പദവിയല്ലേ സ്വർഗത്തിൽ ഉണ്ടാകുക. ആ പദവി ലോകത്തോട് നബിക്കും കിട്ടൂലല്ലോ. ആ വലിയ പദവിയോട് നബിന്റെ കൂടെ ജീവിക്കാനുള്ള ഒരു സ്ഥാനം എനിക്ക് വേണോ? യഥാർത്ഥത്തിൽ സ്വർഗം കൊടുക്കാനുള്ള അധികാരം ആയിരിക്കാം?
സ്വർഗം കൊടുക്കാനുള്ള അധികാരം മുഹമ്മദ് നബിക്കുണ്ടോ? അള്ളാന്റെ അധികാരത്തിൽ പെട്ടതല്ലേ സ്വർഗം കൊടുക്കേണ്ടത്? ആർക്ക് സ്വർഗം കൊടുക്കണം, ആർക്ക് നരകം കൊടുക്കണം എന്നത് അള്ളാഹ് വിട്ട വിഷയല്ലേ? ഇതിപ്പോ നബിയോടാണ് സ്വർഗം ചോദിക്കുന്നത്. സ്വർഗം മാത്രമല്ല, സ്വർഗത്തിന്റെ വലിയ സ്ഥാന ചോദിക്കുന്നത്. അപ്പൊ അള്ളാന്റെ റസൂൽ ചോദിച്ചു, എന്താ ചോദിച്ചു? ഇതിന്റെ കൂടെ വേറെ വല്ലതും വേണോ എന്നാ ചോദിക്കുന്നത്. അത് മാത്രം മതിയോ, വേറെ വല്ലതും വേണോ? മുത്തഅല്ലിമീങ്ങൾ അർത്ഥം ശ്രദ്ധിച്ചോ ഇല്ലെന്നറിയില്ല. അർത്ഥം വെച്ചിട്ട് ചിലപ്പോ ഒന്ന് പഠിച്ചതുണ്ടാവും. ഇതല്ലാത്ത വേറെ എന്തെങ്കിലും വേണോ? ഇത് അങ്ങനല്ല ഇതിന്റെ അർത്ഥം. ഇസ്തിഫാമനാണ്, വാവ് അത്ഫിനാണ്. അപ്പൊ ഈ മുറാഫഖത്തും ഇനിയും അതല്ലാത്ത വേറെ വല്ലതും വേണോ എന്നാണ് അതിന്റെ അർത്ഥം. ഇതല്ല എനിക്ക് തരാൻ കഴിയില്ല, വേറെ എന്തെങ്കിലും ചോക്ലേറ്റ് ചോദിച്ചു, അങ്ങനെയാ? അങ്ങനല്ല. ഇനി വേറെ വല്ലതും വേണോ? അവഗൈറദാലിക, ഔ ഗൈറദാലിക എന്നല്ല, അവഗൈറദാലിക. മനസ്സിലായില്ലേ? അവഗൈറദാലിക്, ഇതിന്റെ കൂടെ വേറെ വല്ലതും. ഇത് എന്റെ വ്യാഖ്യാനല്ല കേട്ടോ, ദുർവ്യാഖ്യാനം വിചാരിക്കണം മുത്തഅല്ലിമീങ്ങൾ. അങ്ങനെ ദുർവ്യാഖ്യാനമൊന്നുമല്ല. അവഗൈറദാലിക്, ഇതിന്റെ ഒപ്പം ഇപ്പൊ നമ്മള് കുട്ടികൾ വീടൊക്കെ നമുക്ക് കിടാക്കളെ കൂട്ടിക്കൊണ്ടുപോയി, കിടാക്കളെ ചോദിച്ചു എന്ത് വേണ്ട, എനിക്ക് പിന്നെ ചോക്ലേറ്റ് വേണം, അങ്ങനെ കൊടുത്തു. ഇനി വേറെന്ത് വേണോ എന്ന് ചോദിക്കില്ലേ? ഇനി വേറെന്ത് വേണോ? എനിക്ക് വേറെ ബിസ്ക്കറ്റ് വേണം എന്നതുപോലെ സ്വർഗം നിന്നു. അത് ഓക്കെയാ. ഇനി വല്ലതും വേണോ റബിയ? അപ്പൊ റബിയത്ത് പറഞ്ഞു, എനിക്ക് വേറെ ഒന്നും വേണ്ട, അതെന്നെ മതി. കാരണം അത് കിട്ടിയ പിന്നെ വേറെ എല്ലാം അതൊക്കെ നഗണ്യമാണ് അല്ലേ? സ്വർഗം കിട്ടിയാൽ പിന്നെ വേറെ വല്ലതും വേണോ? എനിക്കത് തന്നെ മതി, വേറൊന്നും വേണ്ട. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്നാ ഞാൻ തരാം, ഓക്കെയാണ്. പക്ഷേ നീ സുന്നത്ത് നിസ്കരിക്കണം കൂടുതൽ, നീ കൂടുതൽ സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കണം. കൂടുതൽ സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു. അതായത് അത് ഇയാൾ പിന്നെ സ്വർഗം കിട്ടും പറഞ്ഞാൽ പിന്നെ മിണ്ടാതെ കടന്നുറങ്ങുമല്ലോ. ഒരാള് ഏതായാലും നബി ഏറ്റെടുത്ത് കഴിഞ്ഞല്ലേ, ഞാൻ സോക്കലെ പായത്ത് കടന്നുറങ്ങനെ അങ്ങനെ വിചാരിക്കാൻ പറ്റൂല. അത് അതിനു വേണ്ടി അള്ളാഹിന്റെ റസൂൽ അപ്പൊ തന്നെ പറഞ്ഞു, സുന്നത്ത് നിസ്കരിക്കണം പറഞ്ഞാൽ ഫർളിസ്കാരൻ ഏതായാലും നിസ്കരിക്കണമല്ലോ. ഫർളിസ്കരിക്കാതെ കാലി സുന്നത്ത് നിസ്കരിച്ചാൽ പറ്റും? തുണി മാറ്റിട്ട് മുണ്ടാ സെറ്റ് ചെയ്ത് പോലെ ആവൂലേ? അപ്പൊ അതുകൊണ്ട് ഫർളിസ്കാരത്തിന്റെ കാര്യം പിന്നെ പ്രത്യേകം പറയേണ്ടതില്ല. സുന്നത്ത് നിസ്കാരം ധാരാളം അധികരിപ്പിക്കണം. ഞാൻ സ്വർഗം ഏറ്റു എന്ന് വിചാരിച്ചിട്ട് നീ നാളെ പോയിട്ട് തലങ്ങണ വെച്ചിട്ട് കടന്നുറങ്ങണ്ട, അത് വേറെ വിഷയം. അപ്പൊ അതുകൊണ്ട് സുന്നത്ത് നിസ്കരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ, അത് അങ്ങനെ തന്നെയാണ് അതിന്റെ അർത്ഥം. അതിനെന്താ തെളിവ്? ഞാനൊരു ചരിത്രം നിങ്ങളോട് പറയാം. ഒരു ചരിത്രം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ നടന്നൊരു സംഭവം. എന്താ സംഭവം അറിയോ? അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞ ഒരു ചരിത്രം. എന്താണ് ആ ചരിത്രം? ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്ര പോകുമ്പോ ഒരു അറാബിയായ സാധുവായ മനുഷ്യന്റെ പുരയിൽ യാത്ര പോകുന്ന വഴിക്ക് ഒരാളെ വീട്ടിൽ പോയി. ഒരു അറാബിയാണ്. അയാൾ ഇങ്ങനെ കുന്നിൽ ആട് പോറ്റി വളർത്തി ഇങ്ങനെ ജീവിക്കുന്ന ഒരു സാധുവായ ഒരു മനുഷ്യൻ. അയാളെ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ കയറി. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ ഈ അറാബിന്റെ വീട്ടിൽ കയറിയപ്പോൾ ആ അറാബിയായ ആള് അല്ലാഹുവിന്റെ റസൂലിനെ ആദരിച്ചു, ബഹുമാനിച്ചു. നബിനെ നല്ലതുപോലെ ബഹുമാനിച്ചു, ഭക്ഷണം കൊടുത്തു, പാല് കൊടുത്തു. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അറാബിയോട് പറഞ്ഞു, തഅഹദ്നാ ഇത്നാ, സഹോദരാ ഞങ്ങളെ മറക്കല്ല, എന്റെ അടുത്തേക്ക് വരണം, ഞങ്ങളുടെ അടുത്തേക്ക് വരണം. അങ്ങനെ ഉണ്ടല്ലോ, ഞങ്ങളൊക്കെ കുടുംബക്കാരുടെ വീട്ടിലേക്ക് പോയാൽ പറയൂലേ, നിങ്ങൾ ഞങ്ങളെ വീട്ടിലേക്ക് വരണം എന്ന് പറയൂലേ? അതുപോലെ ഈ അറാബിയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മറക്കരുത് കേട്ടോ, ഈ ബന്ധം മറക്കരുത്. ഈ തിനാ, നീ ഞങ്ങളുടെ അടുത്തേക്ക് വരണം. അദ്ദേഹത്തിന് അല്ലാഹുവിന്റെ റസൂൽ ദഅവത്ത് കൊടുത്തു.
അങ്ങനെ ഒരു ദിവസം ഈ അറാബിയായ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് നബി തങ്ങളെ കാണാൻ മദീനയിൽ വന്നു. ഈ സാധുവായ ആള് അങ്ങനെ വന്നു, റസൂലുള്ളാഹിന്റെ വീട്ടിൽ വന്നു. എല്ലാം കഴിഞ്ഞ് സംസാരവും ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോ അവസാനം അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മാഹാജത്തുക്ക, എന്തെങ്കിലും വല്ല ആവശ്യമുണ്ടോ? എനിക്ക് എന്തെങ്കിലും വല്ല ആവശ്യമുണ്ടോ? പറയ്, ഞാൻ പൂർത്തിയാക്കി തരാന്ന്. ആരാ ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ റസൂലിന് ആ പവർ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. നിനക്ക് എന്ത് വേണോ നീ ചോദിക്കുന്നത്. മഹാജത്തുക്ക, നിന്റെ ആവശ്യം എന്താ? അപ്പൊ ആ സാധു പറഞ്ഞു, فقال ناقة برحلها ويحلب لبنها أهلي. അല്ലാഹുവിന്റെ ഹബീബേ, എനിക്ക് പാല് കറക്കുന്ന ഒരു ഒട്ടകം വേണം നബിയേ. പാല് കറക്കുന്ന ഒരു പെണ്ണ് ഒട്ടകം എനിക്ക് ആവശ്യമുണ്ട്. ഒരു അയാൾ പറഞ്ഞതാണ്. അപ്പൊ അള്ളാന്റെ റസൂല് പറഞ്ഞു, ഇത് സ്വഹാബത്തിനോട് സംഭവം റസൂൽ പറഞ്ഞു കൊടുക്കാം. അപ്പോ നബി പറഞ്ഞു, അജസ ഹാദാ അൻ യകൂന കഅജൂസി ബനി ഇസ്രാഈല. ഈ സാധു, ഈ ഒട്ടകം ചോദിച്ച ആളുണ്ടല്ലോ, അയാൾ ഒരു പാവാണ്. ബനു ഇസ്രായേലിലെ മൂസാ നബിയുടെ കാലഘട്ടത്തിലെ ഒരു ഉമ്മാമന്റെ അത്ര പോലും അയാൾക്ക് എന്തില്ല, വിവരമില്ല. അത്രമാത്രം ഒരു ഉഷാറില്ലാത്തൊരു സാധു പാവ മനുഷ്യനാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് പറഞ്ഞപ്പോ സ്വഹാബത്തിന് തിരിഞ്ഞില്ല. ബനു ഇസ്രായേലിലെ ഉമ്മാമാര്, എന്താണ് ഉമ്മാമന്റെ കഥ? ബനു ഇസ്രായേലിന്റെ ഒരു ഉമ്മാമന്റെ അത്ര പോലും ഉഷാറില്ലാത്തൊരു സാധുവാണ് എന്ന് പറഞ്ഞു. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, മാ അജൂസു ബനി ഇസ്രാഈല യാ റസൂലല്ലാഹ്. നബിയേ, ബനു ഇസ്രായേലിന്റെ ഉമ്മാമ ആരാണ്? ആ ഉമ്മാമന്റെ കഥ എന്താണ് നബിയേ? അല്ലാഹുവിന്റെ ഹബീബിനോട് സ്വഹാബത്ത് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബ, ഇന്ന മൂസ ഹീന അറാദ അൻ യസീറ ബിബനി ഇസ്രാഈല. ഫിർഔനിന്റെ അക്രമം താങ്ങാൻ കഴിയാതെ മൂസാ നബിയും കൂട്ടരും പിന്നെ ബനു ഇസ്രായേലിനെ കൂട്ടി പിടിച്ചുകൊണ്ട് മിസ്റിൽ നിന്ന് പുറപ്പെടാൻ ഉദ്ദേശിക്കുമ്പോൾ തന്റെ കൂട്ടുകാരൻ കൂട്ടിയിട്ട് മൂസാ നബി ഇങ്ങനെ നാട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോ വഴി തെറ്റിപ്പോയി. വഴി തെറ്റിയപ്പോ എങ്ങനെ നോക്കുമ്പോൾ മൂസാ നബിക്ക് വഴി കിട്ടുന്നില്ല. വഴി കിട്ടാതിരിക്കുമ്പോ മൂസാ നബി നാട്ടുകാരോട് ചോദിക്കുന്നു, മാഹാദാ, എന്താ മനുഷ്യന്മാരെ വഴി ഇങ്ങനെ തെറ്റുന്നുണ്ടല്ലോ, നമുക്ക് കൃത്യമായ വഴി കിട്ടുന്നില്ലല്ലോ, എന്താ കഥ? ഈ പണ്ടെല്ലാം കണ്ടതിനല്ലേ വഴി തെറ്റുന്ന കൂലിയന്റെ കുട്ടിച്ചാത്ത ഇങ്ങനെ തെറ്റിക്കുന്ന ജലിക്കുണ്ടായി. അങ്ങനത്തെ കുറെ ജാഗല്ല പണ്ടത്തെ ഒരു ജലിക്കൊണ്ടേനി. അവിടെ പറമ്പുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ പോകുമ്പോ വഴി തെറ്റുന്നു എന്നൊക്കെ ഇരിക്കട്ടെ. അതൊക്കെ പണ്ട് ഉമ്മാമ്മമാരും ഉപ്പാപ്പമാരൊക്കെ പറഞ്ഞിരുന്ന കഥകളാണ്. ഇതുപോലെ മൂസാ നബിക്ക് വഴി തെറ്റിയപ്പോ നാട്ടുകാരോട് ചോദിച്ചു, മൂസാ നബി മഹാദാ, എന്താ നാട്ടുകാരെ വഴി തെറ്റുന്നത്? അപ്പൊ ഫഖാല ലഹു ഉലമാഉ ബനി ഇസ്രായീല, ബനു ഇസ്രായേലിലെ ആലിമീങ്ങൾ, പണ്ഡിതന്മാർ മൂസാ നബിയോട് പറഞ്ഞു, ഇന്ന യൂസുഫ അലൈഹിസ്സലാം ഹീന ഹളറഹുൽ മൗതു. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മരണം ആസന്നമായപ്പോ ആരിക്ക്? മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് നബിക്ക് മരണം എത്തുന്ന സമയത്ത് അഖദ അലൈനാ മൗസിഖാ, നമ്മളോട് ഒരു കരാർ നടത്തിയിട്ടുണ്ട്, നാട്ടുകാരായ ഞങ്ങളോട് ഒരു ഉടമ്പടി നടത്തിയിട്ടുണ്ട്, ഒരു അഗ്രിമെന്റ് നടത്തിയിട്ടുണ്ട്. എന്താണ് അഗ്രിമെന്റ്? യൂസുഫ് നബി മരിക്കുന്ന സമയത്ത് നാട്ടുകാരോട് ഒരു അഗ്രിമെന്റ് നടത്തുക. എന്താണ് അഗ്രിമെന്റ്? സുബ്ഹാനല്ലാഹ്, അല്ലാ നഖ്റുജ മിൻ മിസ്റ ഹത്താ തുൻഖല ഇളാമുഹു മഅനാ.
ഈ മിസ്റിൽ നിന്ന് നാട് വിട്ടു പോകുന്ന സമയത്ത് നിങ്ങൾ മാത്രം പോകരുത് കേട്ടോ. നിങ്ങളെ കൂടെ എന്റെ ശരീരവും എന്റെ വഫാത്തായി കിടക്കുന്ന ആ മയ്യത്ത്, ആ ജനാസ, ആ മൃതശരീരം, അതും നിങ്ങളെ കൂടെ കൊണ്ടുപോകണേ. പിന്നീട് നടക്കുന്ന കാര്യം യൂസുഫ് നബിക്ക് പണ്ടേ അറിയാം. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇടപെടൽ നടത്തുവോ? ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ നാട്ടുകാർ പോകുമെന്ന് യൂസുഫ് നബിക്ക് മുമ്പേ അറിയാം. അതുകൊണ്ട് തന്നെ യൂസുഫ് നബി എന്ത് ചെയ്തു? ഒരു കരാർ നടത്തി. നിങ്ങൾ ഈ ഈജിപ്ത് വിട്ടു പോകുമ്പോ, നാട് ഒഴിഞ്ഞു പോകുമ്പോ, നിങ്ങൾ എന്നോട് ബാക്കിയാക്കി പോകാൻ പാടില്ല. എന്റെ മയ്യത്തും നിങ്ങൾ കൊണ്ടുപോകണം, എന്റെ മൃതശരീരം എടുത്തു കൊണ്ടുപോകണം. മറ്റൊരു കാര്യം കൂടി നമുക്കത് മനസ്സിലാകുന്നു. അമ്പിയാക്കളെ ശരീരം മണ്ണ് തിന്നൂല. അത് യൂസുഫ് നബിക്ക് അറിയാം. അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ മണ്ണായിട്ട് എല്ലായിട്ട് എത്രയോ കൊല്ലം കഴിഞ്ഞിട്ടല്ലേ മൂസാ നബി വന്നു. അത് മണ്ണായിട്ട് ജീർണിച്ചു പോണ്ടേ? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എന്റെ ശരീരം നിങ്ങൾ കൊണ്ടുപോകാതെ നിങ്ങൾ മാത്രം പോകാൻ പാടില്ല. ആ ഒരു ഉടമ്പടി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇവിടെ ബാക്കി വെച്ചിട്ട്, അദ്ദേഹത്തിന്റെ മയ്യത്ത് ഈ ഈജിപ്തിൽ ബാക്കി വെച്ചിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റാത്തത് കൊണ്ടാ. അപ്പൊ മൂസാ നബി ചോദിച്ചു, അയ്യുക്കും യദ്രി ഐന ഖബറു യൂസുഫ, ആ യൂസുഫ് നബിന്റെ ഖബർ എവിടെ ചോദിച്ചു. മൂപ്പരെ കൊണ്ടുപോകണല്ലോ. അപ്പൊ ആ യൂസുഫ് നബിന്റെ ഖബർ എവിടെ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നാട്ടുകാരോട് ചോദിക്കുകയാണ്. ആ സമയത്ത് നാട്ടുകാര് പറയുന്നു, മാ യഅലമു അഹദും മകാന ഖബ്രിഹി ഇല്ലാ അജൂസുൻ ലി ബനി ഇസ്രായീൽ. യൂസുഫ് നബിന്റെ ഖബറോ ഞങ്ങൾക്കാർക്കും അറിയില്ല. ഞങ്ങളെ നാട്ടിലൊരു ഉമ്മാമയുണ്ട്. ആ ഉമ്മാമക്കല്ലാതെ മറ്റാർക്കും യൂസുഫ് നബിന്റെ ഖബർ അറിയില്ല. ആ ഉമ്മാമ പറയും, ഞങ്ങൾക്കാർക്കും അറിയില്ല. ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഉമ്മാമനെ വിളിച്ചു വരുത്തുന്നു. ഉമ്മാമനെ വിളിച്ചു വരുത്തുകൊണ്ട് ഉമ്മാമയോട് മൂസാ നബി പറയാ, ദുല്ലീനാ അലാ ഖബ്രി യൂസുഫ. ഉമ്മാമ, മൂസാ യൂസുഫ് നബിന്റെ ഖബർ എവിടെയാണ് ഉമ്മാമ? കാണിച്ചു തരാൻ പറ്റുമോ? യൂസുഫ് നബിന്റെ ഖബർ കാണിക്കാൻ പറ്റുമോ ഉമ്മാമ? ആ ഉമ്മാമയോട് ചോദിക്കുമ്പോ ഉമ്മാമ ചെറിയ ഉമ്മാമൊന്നുമല്ല, നല്ല ബുദ്ധിയുള്ള ഉമ്മാമയാണ്, നല്ല ബുദ്ധിമതിയായ ഉമ്മാമയാണ്. ആ ഉമ്മാമ എന്ത് ചെയ്തു? ഉമ്മാമ പറഞ്ഞു, ഇല്ല, അങ്ങനൊന്നും കാണിച്ചു തരാൻ പറ്റൂല, അങ്ങനൊന്നും ഫ്രീ ആയി കാണിച്ചു തരാൻ പറ്റൂല. ഹത്താ തുഅ്തിയനി ഹുക്മി, എന്റെ ഒരു ഡിമാൻഡ് ഉണ്ട്, എന്റെ ഒരു ഡിമാൻഡ് ഉണ്ട്. അത് നിങ്ങൾ ഓക്കെ ആക്കിയാൽ ഖബർ കാണിച്ചു തരാന്ന്. ആര്? ഈ വയസ്സെത്തിയ ഉമ്മാമ. യൂസുഫ് നബിന്റെ ഖബറിനെ കാണിച്ചു തരാണ് മൂസാ നബി ചോദിക്കുന്നത്. അപ്പൊ മൂസാ നബിയോട് ഉമ്മാമ പറയുന്നു, ഞാൻ കാണിച്ചു തരണമെങ്കിൽ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്. ആ ഡിമാൻഡ് നിങ്ങൾ ഓക്കെ ആക്കുന്നോ, പാസ്സാക്കുന്നോ, ഞാൻ കാണിച്ചു തരാന്ന്. അപ്പൊ മൂസാ നബി ചോദിച്ചു, മാ ഹുക്കുമിക്ക്, എന്താണ് നിങ്ങളുടെ ഡിമാൻഡ് ചോദിച്ചു. നിങ്ങളുടെ ഡിമാൻഡ് എന്താ? പറ്റുമെങ്കിൽ ഞാൻ ഓക്കെ ആക്കാം. അപ്പോ ഈ ഉമ്മാമ പറഞ്ഞു, ഹുക്കുമീ അന്നകൂന മഅക യാ അന്നകൂന മഅക ഫിൽ ജന്ന. എന്റെ ഡിമാൻഡ് ഒന്നേ ഉള്ളൂ, സ്വർഗത്തിൽ നിങ്ങളെ കൂടെ എനിക്ക് ഉണ്ടാവണോ. സുബ്ഹാനല്ലാഹ്, എനിക്ക് സ്വർഗത്തിൽ നിങ്ങളെ ഒന്നിച്ചു വേണം. അത് നിങ്ങൾ ഓക്കെ ആക്കുന്നോ? എനിക്ക് സ്വർഗം തരുമോ? നിങ്ങൾ ഓക്കെ ആണോ? ആ ഒരു പണി നിങ്ങൾ ഏറ്റെടുക്കുന്നോ? ഖബർ കാണിച്ചു തരാമെന്നും. സ്വർഗം കൊടുക്കുന്നവനാരാ? അല്ലാഹു അല്ലേ. നരകത്തേക്കും സ്വർഗത്തിലേക്ക് ഇടുന്നവൻ അല്ലാഹു അല്ലേ. ഇത് മൂസാ നബിയോടാ ചോദിക്കുന്നത് ഉമ്മാമ. ചരിത്രം പറയുന്നത് ആരാ? അള്ളാന്റെ റസൂലാ. സ്വഹാബത്തിനോടാണ് ഇത് പറയുന്നത്. ഉമ്മാമ മൂസാ നബിയോട് പറഞ്ഞു, മൂസാ നബിയെ, നിങ്ങളെ ഒന്നിച്ച് സ്വർഗത്തിൽ ജീവിക്കാൻ എനിക്ക് ആ അവസരം ഉണ്ടാകണം. ആ കാര്യം നിങ്ങൾ ഏറ്റെടുക്കുന്നോ എങ്കിൽ നിങ്ങൾക്ക് യൂസുഫ് നബിന്റെ ഖബർ ഞാൻ കാണിച്ചു തരാം. മൂസാ നബി എന്ത് ചെയ്തു? ഫകഅന്നഹു കരിഹ ദാലിക. മൂസാ നബിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല.
ചോദിച്ചത് എന്തെങ്കിലും ചോക്ലേറ്റ് ചക്കുളിയാണെങ്കിൽ കൊടുക്കാമായിരുന്നു അല്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും സാധനം ചോദിച്ചാൽ കൊടുക്കാമായിരുന്നു. ചോദിച്ചത് വല്ലാത്തൊരു സാധനം. പക്ഷേ മൂസാ നബിക്ക് ഉടനെ വരുന്നു വഹി. ഫഖീല ലഹു അഅതിഹാ ഹുക്മഹാ. റബ്ബിന്റെ ഓർഡർ വന്നു മൂസാ നബിയോട്, മൂസാ നബിയെ ഏറ്റെടുത്തോളൂ, ആ ഡിമാൻഡ് ഓക്കെ ആക്കിക്കോളൂ. ആ പവർ കൊടുത്തു അല്ലാഹ്. മൂസാ നബി ഓക്കെ ചെയ്തു. ഫഅതഹാ ഹുക്മഹാ. യെസ്, ഞാൻ ഏറ്റെടുത്തു എന്നാണ് മൂസാ നബി. സ്വർഗ്ഗം തരാനല്ലേ, ഞാൻ ഏറ്റെടുത്തു. അങ്ങനെ ഫന്തലഖതു ബിഹിം ഇലാ ബുഹൈറത്തിൻ മുസ്തൻഖിഅത്തിൻ മഅൻ. ആ ഉമ്മാമ മൂസാ നബിനെ കൂട്ടിക്കൊണ്ട് ഒരു കുളത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഒരു കുളം, തണ്ണിയെല്ലാം കെട്ടി നിൽക്കുന്ന ഒരു കുളത്തിന്റെ അടുത്തേക്ക്. ഫഖാലത്തു ലഹും, അവിടെ കൊണ്ടുപോയി മൂസാ നബിയോടും നാട്ടുകാരോടും ഉമ്മാമ പറഞ്ഞു, അൽബു ഹാദൽ മാ, ഈ കുളത്തിന്റെ തണ്ണി അത് വറ്റിക്കൂ. ഈ വെള്ളം മാറിച്ചാൽ, വെള്ളം വറ്റിച്ചാൽ അവിടെ പിന്നെ മാന്തിയാൽ യൂസുഫ് നബിന്റെ മയ്യത്ത് കിട്ടും കേട്ടോ. ഫലമ്മ അല്ലബു, ആ കുളത്തിന്റെ തണ്ണി അവർ ആറിച്ചു, ആ വെള്ളം അവർ വറ്റിച്ചു. അങ്ങനെ വറ്റിച്ചപ്പോൾ ഖാലത്തുലഹും, ഉമ്മാമ പറഞ്ഞു, ഇഹ്ഫിറൂ, എനിക്ക് അവരിനെ കുഴിക്കൂ എന്ന് പറഞ്ഞു. ഫഹഫറു, അവർ കുഴിച്ചു നോക്കി. നോക്കുമ്പോ യൂസുഫ് നബിന്റെ മയ്യത്ത് അവിടെ ഉണ്ട്. ഫസ്തഖ്റജു, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മയ്യത്ത് അവിടുന്ന് പുറപ്പെടുവിച്ചു, അവിടുന്ന് കൊണ്ടുപോയി. അപ്പോൾ ഇത് തരീഖു മിസ്ലു ലൗഇൻ നഹാർ, ഇതുവരെ വഴി കിട്ടാതെ നട്ടം തിരിഞ്ഞിരുന്നു മൂസാ നബി. യൂസുഫ് നബിന്റെ മയ്യത്തെടുത്ത് കൊണ്ടുപോകുമ്പോഴേക്ക് വഴി കാണാൻ തുടങ്ങി. ഈ ചരിത്രാവരാ പറഞ്ഞത്? ആരാ പറഞ്ഞ്? ബാളമംഗലത്തിന്റെ കഥയാ? ആ പേപ്പർ തന്നെ ഇപ്പൊ ഇല്ല, പണ്ട് ഓതിക്കൊണ്ട് കിടാക്ക ഓതിക്കൊണ്ട്. തറങ്കൽ വന്നതാ? അതുമല്ല. വാർത്താപത്രത്തിൽ ആരെങ്കിലും എഴുതിയ കഥയാ? അല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസാണ്. ഇമാം ഹാക്കിം മുസ്തദ്റക് എന്ന് പറയുന്ന ഹദീസിന്റെ ഗ്രന്ഥത്തിലും അതുപോലെ മറ്റു ഒരുപാട് ഇമാമിങ്ങൾ, ഇമാം അബൂ യഅ്ല റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്നദിലും സ്വഹീഹായ സനദോടുകൂടി ഉദ്ധരിച്ച സംഭവമാണ്. അപ്പൊ ഇതിനെപ്പറ്റി അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞറിയോ? എന്താ പറഞ്ഞ അല്ലാഹുവിന്റെ റസൂല്? ആ ബനു ഇസ്രായേലിന്റെ ഉമ്മാമന്റെ അത്ര കഴിവ് പോലും ഈ സാധുവിന് ഇല്ലാതായല്ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആ ഉമ്മാമ സ്വർഗം ചോദിച്ചു, ഇയാൾ എന്നോട് സ്വർഗം ചോദിച്ചില്ലല്ലോ, ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ കൊടുക്കുമായിരുന്നു എന്നാ പറഞ്ഞ. മനസ്സിലായില്ലേ? ഈ ആറാബിയായ മനുഷ്യൻ അള്ളാന്റെ റസൂലിന്റെ വീട്ടിലേക്ക് പുരക്ക് വന്ന് ഭക്ഷണം കഴിച്ച് പോകുമ്പോ അള്ളാന്റെ റസൂൽ ചോദിച്ചല്ലോ, മാ ഹാജത്തുക, നിന്റെ ആവശ്യം എന്താണ് മോനെ? അപ്പൊ അയാൾ പറഞ്ഞെന്താ, നബിയെ കറക്കുന്ന ഒരു ഒട്ടകം എനിക്ക് വേണോ? അപ്പോഴാണ് അള്ളാന്റെ റസൂൽ പറഞ്ഞത്, ആ ഉമ്മാമ ചോദിച്ചതുപോലെ സ്വർഗം ചോദിക്കാമായിരുന്നു, ഈ സാധുവിന് അത് ചോദിച്ചില്ലല്ലോ എന്നാ പറയുന്നത്. അപ്പൊ സ്വർഗം ചോദിക്കേണ്ടതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അവഗൈറ താലിക്കാന്ന് വായിക്കണം. അവഗൈറ താലിക്കാന്നല്ല ഞാൻ വായിക്കേണ്ടത്. മുത്തഅല്ലിമീങ്ങൾ, സ്വർഗം കൊടുക്കാനുള്ള പവറുള്ള ആളാണ് ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളിന് അർത്ഥം വെക്കുമ്പോ ഔഗൈറ താലിക്ക, സ്വർഗം എന്നെ കൊണ്ട് തരാൻ കഴിയില്ല, വേറെ എന്തെങ്കിലും ചോക്ലേറ്റ് ചോദിച്ചോ എന്നല്ല ഇതിന്റെ അർത്ഥം. അവഗൈറ താലിക്, സ്വർഗവും സ്വർഗത്തിന്റെ കൂടെ വേറെ വല്ലതും എനിക്ക് വേണോ? ഞാൻ ഏറ്റെടുക്കാം, ഞാൻ റെഡിയാ, തയ്യാറാ. ഉണ്ടോ? അപ്പം മിഡ്ൽമാൻ, നടുവില് ആൾ എന്തിനല്ല ചോദിക്കുന്നത്? ഈ പവർ അള്ളാഹു തആല കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ മിഡ്ൽമാൻ ആണ് മുഹമ്മദ് നബി എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ആ മിഡ്ൽമാൻ ആകാനുള്ള പവറും കൊടുക്കാനുള്ള ശക്തിയും അള്ളാഹു തആല കൊടുത്തിട്ടുണ്ട്. അള്ളാഹു കൊടുത്ത പവറാണത്. അതിനെ നമ്മൾ ചോദ്യം ചെയ്യണ്ട. ഈ സ്വർഗം കൊടുത്തില്ലേ റബീയത്തിന്? മൂസാ നബി ആ ഉമ്മാമക്ക് സ്വർഗം കൊടുത്തില്ലേ? അത് റബ്ബ് തആല കൊടുക്കുന്ന പവറാണ്. ഇനി നിങ്ങൾ നോക്ക് എന്റെ ഉമ്മമാരെ, സഹോദരിമാരെ, ഞാനിത് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന, കുടുംബ ഗ്രൂപ്പുകളിൽ വരുന്ന ഈ കുടുംബ ഗ്രൂപ്പ് ജാഗ്രതയാക്കണോ? കാരണം കുടുംബത്തിൽ എല്ലാ സാധനം ഉണ്ടാവും അല്ലേ? നമ്മുടെ കുടുംബത്തിൽ സലഫി ഉണ്ടാവും, ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാവും, തബ്ലീഗ് ജമാഅത്തിൽ പോയവനുണ്ടാവും, പല തരീക്കത്തിൽ കുടുങ്ങിയവരുണ്ടാവും, പലതുണ്ടാവും. മൂർക്കം പാമ്പുണ്ടാവും, കന്താടി ഉണ്ടാവും അല്ലേ, ചാരുണ്ടാവും, വള്ളുണ്ടാവും,
പിന്നെ വളർപ്പം ഉണ്ടാവും, എല്ലാ സാധനം ഉണ്ടാവും, ഇല്ലേ? ഉണ്ടാവും. എല്ലാരും ഒരുപോലെ കുടുംബത്തിൽ പലരും ഉണ്ടാവും. നമ്മളെ കുടുംബം എന്ന് പറയുന്ന വിഭവത്തിന്റെ കുടുംബം പലതും ഉണ്ടാവും. കാക്കാന്റെ മക്കള്, കാക്കാന്റെ മക്കളെ മക്കള്, അവരെ പുള്ളികള്, ചള്ളികള് ഇങ്ങനെ ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒന്ന് മൂർക്കം പാമ്പുണ്ടാവും, അല്ലെങ്കിൽ ഒരു തേളുണ്ടാവും, അല്ലെങ്കിൽ കന്തടി ഉണ്ടാവും, ഇങ്ങനെ പല സാധനം ഉണ്ടാവും. അപ്പൊ അതെല്ലാം കൂടുന്നൊരു ഗ്രൂപ്പാണ്. കൂടുന്നൊരു സലഫി എന്നുണ്ടാവും, അവന്റെ ക്ലിപ്പിടും. ജമാഅത്ത് ഇസ്ലാമി കൊണ്ടുവന്നിട്ട് അവന്റെ ക്ലിപ്പ് കുടുംബ ഗ്രൂപ്പിലിടും. അതിന് ഉമ്മാമമാരും സഹോദരിമാരും കേൾക്കും. കേട്ടിട്ട് ഓൾക്ക് വസ്വാസ്, അതെന്ത് ശരിയല്ലേ? കച്ച അത് ചെല്ലുന്നത് ശരിയല്ലേ? സെപ്പിയ അത് കറക്റ്റ് അല്ലേ ചെല്ലിയത്? ഇങ്ങനെയായിരിക്കും പിന്നെ പെണ്ണുങ്ങളെ കഥ. ഇനി നിങ്ങൾ തന്നെ ഉണ്ടെങ്കിൽ ചില ആളുകൾ, നമ്മളിൽ പെട്ട ചില ആളുകൾ എന്നെ കൊണ്ടുപോയിട്ട് എന്താക്കും, കുടുംബ ഗ്രൂപ്പിൽ സലഫിന്റെ ക്ലിപ്പിടുന്നവരുണ്ട്. ഈ തരുമുക്കില്ലാത്ത നിലക്ക് ഏതിന് ഇടണു ഏതിന് ഇടണ്ടെന്ന് ചിന്തയില്ലാത്ത കുറെ മനുഷ്യന്മാരുണ്ട്. ഒരു ബിദ്അത്തുകാരന്റെ ക്ലിപ്പ് നമ്മൾ കൊണ്ടുപോയിടാൻ പാടില്ല. ബിദ്അത്തുകാരന്റെ പ്രസംഗം കേൾക്കുന്നത് ഹറാമാണ് എന്ന് ഇമാം ഇബ്നു ഹജർ തങ്ങൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി ഇഹ്യാ ഉലൂമുദ്ദീൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്, മുബത്തദീന്റെ വാള് കേൾക്കൽ ഹറാമാണ്. അപ്പൊ നിങ്ങൾ കേൾക്കുന്നില്ലേ? അവിടെ പോയിട്ട് ഒരു മറുപടി, ഇവിടെ പോയിട്ട് മറുപടി. അത് മറുപടി കൊടുക്കാനാണ് കേൾക്കുന്നത്. അവന്റെ പഠിക്കാനല്ല, അവന്റെ പഠിക്കാൻ മണ്ണുമില്ല. അവന്റെ പഠിക്കുന്നത് മറുപടി പറയാനാ, അല്ലാതെ പഠിക്കാനല്ല. നിങ്ങളോ സാധാരണക്കാരായ ആളുകള് അതിന് മറുപടി കൊടുക്കാൻ അറിയാത്ത ആൾ എന്തിനാ കേൾക്കാൻ പോന്നേ? അത് ഹറാമാണ്. കാതുകൊണ്ടുണ്ടാകുന്ന ഹറാമുകൾ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, മുബ്തദീന്റെ പ്രസംഗം കേൾക്കുന്നത് ഹറാമാണ്. അതുകൊണ്ട് മുബ്തദീന്റെ സലഫിന്റെ ജമാഅത്ത് ഇസ്ലാമിന്റെ തബ്ലീഗിന്റെ ക്ലിപ്പ് കൊണ്ടുപോയിട്ട് ഫാമിലി ഗ്രൂപ്പിൽ ഇടാൻ പാടില്ല. പിന്നെ സലഫി ഇട്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂലല്ലോ? കഴിയുമെങ്കിൽ അവിടുന്ന് ലെഫ്റ്റ് ആയിട്ട് പോവുക. അതപ്പോ എത്രയോ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. അത് അല്ലെങ്കിൽ ഡിലീറ്റ് ആക്കികളെ, അതിന് കാത് കൊടുക്കണ്ട. അപ്പൊ കുടുംബ ഗ്രൂപ്പുകളിൽ ധാരാളം ഫിത്നകൾ വരുന്നു. ഈ സോഷ്യൽ മീഡിയ വന്നതിന്റെ ശേഷം ഉണ്ടായ മുസീബത്ത് അത്ര ഇത്രയൊന്നും അല്ലല്ലോ. ചെറിയ മുസീബത്ത് ദുനിയാവിലുണ്ടായത്. നല്ലതിനേക്കാൾ ഏറെ കേടാണ് ഇന്ന് ദുനിയാവിലുള്ളത്. നിങ്ങളോക്ക് എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറയാ. സംശയങ്ങൾ തലയിൽ വെച്ച് നടക്കണ്ട. എന്തിന് ബദരീങ്ങള്, എന്തിന് റസൂലുള്ള നേരിട്ട് പടച്ചോനെ ചോദിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ പഠിപ്പിച്ചൊരു കാര്യം ഞാൻ പറയാം. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഒരു കണ്ണ് കാണാത്ത ആള് വന്നു. ഇത് എന്തെങ്കിലും കഥ അല്ല പറയുന്നത്, ഹദീസാണ്. അള്ളാന്റെ റസൂലിന്റെ അടുത്തേക്ക് കണ്ണ് കാണാത്ത ഒരാൾ വന്നു. കണ്ണ് കാണാത്ത ആള് കണ്ണ് കാണാത്ത ഒരാൾക്ക് കണ്ണിന്റെ കാഴ്ച കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒന്നിരിക്കലോ കണ്ണിന്റെ ഡോക്ടറിന്റെ അടുത്ത് പോകണം, അല്ലേ? എന്റെ അടുത്തൊക്കെ വന്നിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് കണ്ണ് കാണാത്ത വന്നിട്ട് എനിക്ക് കണ്ണ് കാണുന്നില്ല ഉസ്താദില്ലേ, ഞാൻ ഉണ്ടാക്കുന്നത് കണ്ണ് കൂത്തോണത്തിൽ എനിക്ക് എന്താക്കാൻ പറ്റുമോ? ഞാൻ എന്തെങ്കിലും വരെ നിർത്താൻ ഉള്ള കണ്ണും യാറെ പൊട്ടിച്ചോ, അല്ലേ? അള്ളാന്റെ റസൂലിന്റെ അടുത്തേക്ക് വന്ന ഒരു കണ്ണ് കാണത്താൽ എന്നിട്ട് പറഞ്ഞു, നബിയേ എനിക്ക് കണ്ണ് കാണുന്നില്ല. തങ്ങൾ എന്ത് വേണം? എനിക്ക് കണ്ണിന്റെ കാഴ്ച കിട്ടണം നബിയെ, അതിനു വേണ്ടി തങ്ങളെ ദ്വാരക്കണോന്നാ പറയുന്നത്. തങ്ങൾ ദ്വാരക്കണോ? തങ്ങൾ ദ്വാരനാ കിട്ടുമല്ലോ. തങ്ങളോട് ദ്വാരക്കണമെന്ന് പറഞ്ഞതാണ്. പക്ഷെ റസൂലുള്ള എന്താ ചെയ്തറിയോ? നബി ദ്വാരന്നില്ല. നബിയോട് ദ്വാരക്കാൻ പറഞ്ഞു. നബിക്ക് എന്ത് ചെയ്യാമായിരുന്നു? പഠിച്ചോനെ ഈ സാധുവിന് കണ്ണിന്റെ കാഴ്ച കൊടുക്കണേ അല്ലാ എന്നല്ലേ പറയണ്ടേ? അങ്ങനെയല്ലേ പറയണ്ടേ? നബിയോട് ദ്വാരക്കാൻ വേണ്ടി പറയുമ്പോ ഇപ്പൊ നമ്മളോട് വന്നിട്ട് എന്റെ തീർന്നില്ല, കുറച്ച് അസുഖം കൊണ്ട് ദ്വാരക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? അള്ളാഹു തആല ശിഫയാക്കട്ടെ, നിന്റെ രോഗം അള്ളാഹു തആല മാറ്റി തരട്ടെ, അങ്ങനെ ദ്വാരക്കല്ലേ? ഇതുപോലെ നബിയോട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞപ്പോ നബി എന്ത് ചെയ്യണം? അല്ലാ അല്ലാ ഈ സാധുവിന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കൊടുക്കണേ അല്ലാ.
അങ്ങനെയല്ല ദ്വാരക്കേണ്ടത്. നബി അത് ചെയ്തില്ല, നബി ദ്വാരുന്നില്ല. നബി എന്തറിയോ, നബി ആദ്യം പറഞ്ഞു നീ ക്ഷമിച്ചൂടെ മോനെ, കണ്ണിന്റെ കാഴ്ചാതങ്ങ് ജീവിച്ച, കാണാതെ ജീവിച്ച ദുനിയാവിൽ ഒരുപാട് പ്രതിഫലം അധികമുണ്ട്, സബറത്തൂടെ ചോദിച്ചു. ഇല്ല നബി എനിക്ക് കഴിയില്ല, എനിക്ക് കണ്ണിന്റെ കാഴ്ച കിട്ടി തന്നെ വേണമെന്ന്. അപ്പൊ അള്ളാന്റെ റസൂൽ എന്ത് ചെയ്തറിയോ, അയാളോട് പറഞ്ഞു പോയിട്ട് ഉള്ളെടുക്കുന്നു, എന്നിട്ടോ ഞാനൊരു ദുആ നിനക്ക് പറഞ്ഞുതരാം. ഞാൻ വരക്കുന്നില്ല, നബി വരക്കുന്നില്ല, ഞാനൊരു വാക്ക് നിനക്ക് പഠിപ്പിച്ചു തരാം, നീ അതുപോലെ ചെയ്യണം. 2 റക്അത്ത് നിസ്കരിക്കണം, നിസ്കരിച്ചിട്ട് ഞാൻ പറഞ്ഞതുപോലെ നീ പറയണം. എന്താ പറയേണ്ടത്? ആ പറയേണ്ടത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബിക നബിർ റഹ്മാ യാ മുഹമ്മദ് ഇന്നി ഖദ് തവജ്ജഹതു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ലിതഖ്ലിയലി. ഇത് നീ പറയണോ? അതിലെന്താ ഉള്ളറിയോ? ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാഹ്, വ അതവജ്ജഹു ഇലൈക, നിന്നിലേക്ക് ഞാൻ മിഡ്ൽമാനാക്കുന്നു. എന്തിനാണ് മിഡ്ൽമാൻ, എന്തിനാണ് മധ്യസ്ഥൻ, എന്തിന് നടുവിലൊരാള് എന്നല്ലേ സംശയം? മിഡ്ൽമാൻ വെക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തു. ഹദീസിന്റെ അർത്ഥം അങ്ങനെയാ, വ അതവജ്ജഹു ഇലൈക, നിന്നിലേക്ക് ഞാൻ മിഡ്ൽമാൻ ആക്കുന്നു, നിന്നിലേക്ക് ഞാൻ മധ്യസ്ഥനാക്കുന്നു. ബിനബിക നബിർ റഹ്മാ, കാരുണ്യത്തിന്റെ പ്രവാചകരായ മുഹമ്മദ് മുസ്തഫയെ എന്റെയും നിന്റെയും ഇടയിൽ ഞാൻ ഒരു മധ്യസ്ഥനാക്കുന്നു. ആരാ ഇത് പഠിപ്പിച്ചത്? സിർക്ക് പുറുക്കുന്നു പറഞ്ഞ് നടക്കുന്ന ആളില്ലേ? മുഹമ്മദ് നബിനെ വിളിക്കുമ്പോ മുഹമ്മദിനെ വിളിക്കുമ്പോ എല്ലാം സിർക്ക്, തൊട്ടാലും സിർക്ക്, ഇരുന്നാലും സിർക്ക്, നിന്നാലും സിർക്ക്, കർണാലും സിർക്ക്, ചിരിച്ചാലും സിർക്ക്. സിർക്കിന്റെ സീക്ക് പിടിച്ചു വിവരമില്ലാതെ എന്തെങ്കിലും പറയാം. നിന്നിലേക്ക് ഞാൻ മധ്യസ്ഥനാക്കുന്നു, നിന്നിലേക്ക് ഞാൻ മിഡ്ൽമാനാക്കുന്നു. കാരുണ്യത്തിന്റെ പ്രവാചകരായ മുഹമ്മദ് നബിയെ. എന്നിട്ട് അവിടെ നിപ്പിച്ചില്ല അല്ലാഹുവിന്റെ റസൂല്, അത്ര പോരാ. പിന്നെ യാ മുഹമ്മദ്, അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കാൻ മുഹമ്മദ് നബി പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇപ്പൊ നമ്മൾ ഉമ്മാമാരെ വിളിക്കുന്നത് യാ റസൂലല്ലാഹ്, റസൂലുള്ളാഹിനെ വിളിക്കുന്നു, അല്ലെങ്കിൽ ബദരീങ്ങളെ വിളിക്കുന്നു. അങ്ങനെ വിളിക്കാൻ അല്ലാഹുവിന്റെ റസൂലാണ് പഠിപ്പിച്ചു കൊടുത്തത്. യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ, ഇന്നി ഖദ് തവജ്ജഹതു ബിക, ഞാൻ തങ്ങളെ എന്റെ റബ്ബിലേക്ക് മിഡ്ൽമാനാക്കിയിരിക്കുന്നു. അല്ലാഹ് ഫീ ഹാജതി ഹാദിഹി, എന്റെ ഈ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടുന്ന വിഷയത്തിൽ തങ്ങളെ ഞാൻ മധ്യസ്ഥനാക്കിയിരിക്കുന്നു. ലിതഖ്ലിയലി ഹാജതി, തങ്ങൾ എന്റെ കാര്യം പൂർത്തിയാക്കി തരാൻ തങ്ങളെ ഞാൻ മിഡ്ൽമാനാക്കിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഒരു ബുദ്ധിയുള്ള ആളിക്ക് ചിന്തിച്ചുകൂടെ? അല്ലാഹ് ഒരു കാര്യം പൂർത്തിയാക്കി തരാൻ മുഹമ്മദ് നബിയെ വിളിക്കുക എന്തിനാണ്? ഒരു കാര്യം പൂർത്തിയാക്കി തരാൻ മുഹമ്മദ് നബിയെ വിളിക്കാൻ മുഹമ്മദ് നബിയെ പഠിപ്പിച്ചു കൊടുത്ത്. എന്നെ വിളിക്കി, യാ മുഹമ്മദ് എന്ന് റസൂലുള്ളാഹിനെ വിളിക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചു കൊടുത്തു. ഇതാണ് മിഡ്ൽമാൻ, ഇതാണ് മധ്യസ്ഥൻ. ബദരീങ്ങളെ വിളിക്കുമ്പോ ഞങ്ങൾക്ക് ആരും വേണ്ട, ഞങ്ങൾ ഓൻ ഭയങ്കര മണ്ണിനല്ലേ ഓടുന്നു, ഡയറക്റ്റ് അള്ളാഹിനോട് ഞങ്ങൾ ഡയറക്റ്റ് അള്ളാഹ് മതി, ആരും വേണ്ട നടുവിൽ. പണ്ട് ശൈത്താനും ഇബ്ലീസും പറഞ്ഞതിന്, ഇബ്ലീസും പണ്ട് പറഞ്ഞതിന് നിനക്ക് വേണ്ടി ഞാൻ എത്ര വേണമെങ്കിലും സുജൂദ് ചെയ്യാം, ആദമിന്റെ മുന്നിൽ തന്നെ കിട്ടൂല. അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യൂലാണ് ഇബ്ലീസ് പറഞ്ഞിട്ടില്ല. പറഞ്ഞോ? ഇബ്ലീസ് പറഞ്ഞിട്ടുണ്ടോ പഠിച്ചവനെ ഞാൻ നിനക്ക് സുജൂദ് ചെയ്യൂലാന്ന്?
നിന്റെ മുന്നിൽ ഞാൻ തലകുനിക്കൂല എന്ന് ഇബ്ലീസ് പറഞ്ഞോ? ഇല്ല, അക്കാര്യം പറഞ്ഞിട്ടേ ഇല്ല ഇബ്ലീസ്. ഇബ്ലീസ് പറഞ്ഞെന്താ? ആദമിന്റെ മുന്നിൽ തല കുനിക്കാൻ എന്നെ കിട്ടൂല. നിനക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും ഞാൻ സുജൂദ് ചെയ്യാം, മണിക്കൂർ വേണമെങ്കിൽ ഞാൻ തലകുത്ത, ആദമിനെ ബഹുമാനിക്കാൻ എന്നെ കിട്ടൂല. അന ഖൈറു മിൻഹു, ഞാൻ അവനേക്കാൾ ഖൈറാണ്. ഈ അഹങ്കാരാണ് വഹാബികളുടെ. ഈ മിഡ്ൽമാൻ എന്തിനു ചോദിക്കുന്നവരെ കൽവിൽ ഈ കുടുങ്ങിയത് അഹങ്കാരമാ. ഞാൻ അള്ളാന്റെ റസൂലിനെ പോലെയുള്ള ആളാണെന്നല്ലേ ഈ പറയുന്നവന്റെ മനസ്സിലുള്ള ഒരു ധാരണ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചോദിച്ചാലും പടച്ചോൻ കൊടുക്കും. ബദരീങ്ങൾ ചോദിച്ചാൽ അവർക്ക് അള്ളാന്റെ അടുക്കുള്ള സ്ഥാനം കൊണ്ട് അള്ളാഹ് കൊടുക്കും. ഞാനും അതുപോലെ ബദരീങ്ങളെ പോലെയുള്ള മുഹമ്മദ് നബിനെ പോലെ ആ സ്ഥാനത്തേക്ക് എത്തിയ ഒരാളാണ് എന്ന അഹങ്കാരമാണ് ഈ വാക്കിന്റെ പിന്നിലുള്ളത്. ഞങ്ങൾ ഒന്നിനും പറ്റാത്ത സാധുക്കളാ, ജീവിതത്തിൽ ധാരാളം കുറ്റം ചെയ്തവരാ, അല്ല മാഫാക്കൂലെന്നൊന്നുമില്ല. എന്നാലും ഈ മഹാന്മാരെ മുഖേന റബ്ബിന്റെ അടുക്കലേക്ക് അല്ലാഹു തആല നമുക്ക് വെച്ചെന്നതല്ലേ, സഹായിയായി മിഡ്ൽമാനായി റബ്ബ് തന്നതല്ലേ. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു, നിശ്ചയമായും നിങ്ങളെ സഹായിക്കാൻ അല്ലാഹുണ്ട്. വറസൂലുഹു, നിങ്ങളെ സഹായിക്കാൻ മുഹമ്മദ് നബിയുണ്ട്. നിങ്ങളെ സഹായിക്കാൻ വല്ലദീന ആമനു, ബദരീങ്ങളെ പോലെയുള്ള മുഅ്മിനീങ്ങളുണ്ട്. നിങ്ങളെ സഹായിക്കാൻ മുഹ്യിദ്ദീൻ ശൈഖിനെ പോലെയുള്ള മുഅ്മിനീങ്ങളുണ്ട്. നിങ്ങളെ സഹായിക്കാൻ അജ്മീർ ഖാജനെ പോലെയുള്ള മഹാന്മാരുണ്ട്. നിങ്ങളെ സഹായിക്കാൻ ഇഫായ് ശൈഖിനെ പോലെയുള്ള മുഅ്മിനീങ്ങളുണ്ട്. ഇത് പറഞ്ഞത് പരിശുദ്ധമായ ഖുർആനാണ്. ആ ഖുർആനിന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബദരീങ്ങളെ എന്ന് വിളിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് യാ റസൂലുള്ളാഹ് എന്ന് വിളിക്കുന്നത്. ഇത് പഠിക്കാതെ എന്തെങ്കിലും ഒന്ന് പഠിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒന്ന് ഖുർആൻ പഠിച്ചോ? എന്തെങ്കിലും ഒന്ന് ഹദീസ് പഠിച്ചോ? ഒരു വിവരമില്ലാതെ ഒരു കിതാബ്, ഒരു 10 കിതാബ് പോലും ഓതാത്ത, ഒരു റിയാദ് സ്വാലിഹിന്റെ ഒരു അധ്യായം പോലും പഠിക്കാത്ത ആളുകൾ ദീനിനെ ചോദ്യം ചെയ്യുക, ആലിമീങ്ങളെ ചോദ്യം ചെയ്യുക. സുബ്ഹാന ജല്ല ജലാലുഹു. അപ്പൊ അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നേരത്തെ പറഞ്ഞല്ലോ, അഹ്ലു സുന്നയുടെ പാരമ്പര്യമുള്ള നാടാണ് ബാദപ്പുണി. അഹ്ലു സുന്നയുടെ പാരമ്പര്യമുള്ള നാടാണ്, മഹാന്മാരെ ബഹുമാനിക്കുന്ന നാടാണ്, ബദരീങ്ങളെ ബഹുമാനിക്കുന്ന നാടാണ്, ബദരീങ്ങളെ ആണ്ട് നടത്തുന്ന നാടാണ്, മുഹ്യിദ്ദീൻ ശൈഖിന്റെ ആണ്ട് കൊണ്ടാടുന്ന നാടാണ്. എന്തുകൊണ്ട്? അവരൊക്കെ നമ്മെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന, നമുക്ക് വേണ്ടി അല്ലാഹു തആല നിശ്ചയിച്ചു തന്ന മഹാന്മാരാണ്. അല്ലാഹു തന്നെ ഖുർആനിൽ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ആരാക്കിയതല്ല, നമ്മൾ കൊണ്ടൊന്നും നിശ്ചയിച്ചതൊന്നുമല്ല, അല്ലാഹു തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇങ്ങനെ നീട്ടി കൊണ്ടുപോയാൽ ധാരാളം പറയാനുണ്ട്. ഒറ്റ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കലേക്ക് അവിടുത്തെ വഫാത്തിന്റെ ശേഷം വന്ന ആളുകൾ എത്രയാണ്? ഖബറിനടുത്ത് വന്നുകൊണ്ട് റസൂലുള്ളാഹിനെ വിളിച്ചത് എത്രയാ? സുബ്ഹാനല്ലാഹ്. മവാഹിബുൽ ദുനിയ എന്ന ഒരു ഗ്രന്ഥമുണ്ട്, വളരെ പ്രശസ്തമായ ഇമാം ഖസ്തല്ലാനിയുടെ കിതാബാണ് അൽ മവാഹിബുൽ ദുനിയ. ആ മവാഹിബുൽ ദുനിയയുടെ ഒരു ഗ്രന്ഥകർത്താവുണ്ട്, ബഹുമാനപ്പെട്ട ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു. ആ ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന്റെ സ്വന്തം ഒരു അനുഭവം അദ്ദേഹത്തിന്റെ സ്വന്തം കിതാബിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഈമാൻ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഞങ്ങളാരും ഞങ്ങളെ സ്വന്തം പറമ്പക പറയുന്നതല്ല. നിങ്ങൾ ഏതെങ്കിലും അജ്മീർ ഖാജാന്റെ ദർഗയിൽ പോയിട്ട് അജ്മീർ ഖാജാനെ വിളിച്ചാൽ ഞങ്ങളെ കീസക്ക് 500 രൂപ കിട്ടുമോ? നിങ്ങൾ ഉള്ള ആളെ തങ്ങളെ വിളിച്ചാൽ നിങ്ങളെ കീസയിലേക്ക് 100 രൂപ വരുമോ? ഒന്നില്ല. വരുവോ? ചിലപ്പോ പറയലുണ്ട് സലഫികള്, ഈ ദർഗയെല്ലാം ഉണ്ടാക്കിയ ഉസ്താദ്മാർ മൈലാമാർ പൈസാക്കോനി, മൈലാമാർ പൈസാക്കാൻ വേണ്ടിട്ട് ദർഗാക്കിയാലോ. അതിന് മൊയ്ലാമാർ അണ്ടറിൽ ഏത് ദർഗ ഉള്ളേ? ഒന്ന് കാണിച്ചേരി. ഉള്ളാളത്തെ ദർഗ മൊയ്ലാമാരെ കയ്യിലുള്ളതാ? അജ്മീർ ഖാജ മൊയ്ലാമാരെ കയ്യിലുള്ളതാ?
മടവൂർ മൊയ്ലാമാരെ കയ്യിലുള്ളതാ. അതിന് നാട്ടുകാരെ കമ്മിറ്റിയുണ്ട്. ചെല്ലുന്ന എന്താണ് ഈ ഉസ്താദുമാർ കാസാക്കാൻ വേണ്ടിയിട്ടാണ് ദർഗ കിട്ടുന്നത്. ഇനി വാടക ദർഗ ഉള്ള നമ്മളെ അണ്ടറിൽ അങ്ങനെ പറയുന്നു. എന്നും കിട്ടാതിരിക്കുമ്പോ അതൊന്ന് പറയും. നിങ്ങൾ ഒരു റെയിൽ കയറിയിട്ട് മടവൂരിൽ പോയിട്ട് സിയാറത്താക്കിയിട്ട് വന്നാൽ ഈ ബാധപ്പള്ളിയിരിക്കുന്ന ഉസ്താദിന് എന്തെങ്കിലും ലാഭമുണ്ടോ? ഞങ്ങളെ ലാഭത്തിന് വേണ്ടിയിട്ടൊന്നുമില്ല. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങളാണതൊക്കെ. ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന സ്വന്തം അനുഭവ കഥ അദ്ദേഹത്തിന്റെ അൽ മവാഹിബുൽ ലദുനിയ എന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നത് കാണാം. അദ്ദേഹം പറയാണ്, വലഖദ് കാന ഹസലലി ദാഉൻ, എനിക്ക് ഒരു രോഗം വന്നു. ഇമാം ഖസ്തല്ലാനി പറയാ, എനിക്ക് രോഗം വന്നു. വല്ലാത്ത രോഗമാണ്, മാരകമായ രോഗമാണ്. ഏത് നിലക്കുള്ള രോഗമറിയോ? ആ രോഗം ചികിത്സിച്ച് സുഖപ്പെടുത്താൻ അന്നത്തെ ഒരു ഡോക്ടറിനും സാധിച്ചില്ല. ഞാൻ പോകാത്ത ഡോക്ടർമാരില്ല, കാണാത്ത വൈദ്യന്മാരില്ല, കുടിക്കാത്ത മരുന്നില്ല. എല്ലാ മരുന്നും കഴിച്ചു, പക്ഷേ രോഗം മാറുന്നില്ല. അവസാനം ഞാൻ എന്ത് തീരുമാനിച്ചു? അദ്ദേഹം പറയാണ്, രോഗത്തിലായി കൊല്ലം തോറും ഒരുപാട് വർഷങ്ങൾ ഞാൻ രോഗത്തിൽ കടന്നു. ഏത് ഡോക്ടറിനെ കൊണ്ട് ചികിത്സിച്ചാലും എന്നെ സീക്ക് മാറുന്നില്ല. ഇമാം ഖസ്തല്ലാനി തങ്ങൾ പറയുന്നു, മക്കത്തിൽ നിന്നിട്ടാണ് റസൂലുള്ളാഹിനെ വിളിക്കുന്നത്. ഇമാം ഖസ്തല്ലാനി ഉള്ളത് മക്കയിലാ. അള്ളാന്റെ റസൂൽ മദീനത്തല്ലേ അന്തിയുറങ്ങുന്നത്. ആ മദീനത്ത് കിടക്കുന്ന റസൂലുള്ളാഹിനെ ഇമാം ഖസ്തല്ലാനി വിളിക്കുന്നു. എപ്പോഴാ വിളിച്ചത്? ഡേറ്റ് അടക്കം അയാൾ പറയുന്നു, ലൈലത സാമിനി വൽ 20 മിൻ ജുമാദൽ ഊലാ സനത 93 വ 800 ഹിജ്റ 893 ജുമാദൽ ഊലാ 28ാമത്തെ രാത്രി. ഡേറ്റ് അടക്കം അയാൾ പറയാ, ജുമാദൽ ഊല 28ാമത്തെ രാത്രി ഹിജ്റ 893 അന്ന് രാത്രി ഞാൻ എന്ത് ചെയ്തു? അള്ളാന്റെ റസൂലിനെ വിളിച്ചു, നബിയേ എന്റെ രോഗമൊന്ന് മാറ്റിത്തരണേ നബിയേ. അള്ളാന്റെ റസൂലിനെ വിളിച്ച് ആവശ്യപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇമാം ഖസ്തല്ലാനി പറയാണ്, വമന്ന അലയ്യ ബിൽഔദി ഫീ ആഫിയത്തിൻ ബിലാ മിഹ്നാ. അള്ളാന്റെ റസൂലിനെ വിളിച്ച് എന്റെ രോഗം ഒന്ന് സുഖപ്പെടുത്തി തരണേ നബിയേ. അള്ളാന്റെ ഹബീബിനെ വിളിച്ച് ആവശ്യപ്പെട്ടപ്പോ ഡോക്ടർമാരെ കൊണ്ട് സുഖപ്പെടുത്താൻ കഴിയാത്ത രോഗം, ഒരുപാട് കൊല്ലം അസുഖത്തിൽ കടന്ന ഞാൻ, കുടിക്കാത്ത മരുന്നില്ല, പോവാത്ത ഡോക്ടർമാരില്ല. അവസാനം റസൂലുള്ളാഹിനെ ഒറ്റ വിളി വിളിച്ച് സഹായം ചോദിച്ചപ്പോ അള്ളാന്റെ റസൂൽ എന്നെ സഹായിച്ചു. എങ്ങനെയാ സഹായിച്ചത്? ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ അന്ന് രാത്രി കടന്നപ്പോ സ്വപ്നത്തിലതാ ഒരാൾ വരുന്നു. മഅഹു ഖിർതാസുൻ യുക്തബു ഫീഹാ ഫീഹി ഹാദാ ദവാഉൻ ലിദാഇ അഹ്മദ് ബിൻ ഖസ്തല്ലാനി മിനൽ ഹളറത്തി ശരീഫ. രാത്രി കടന്നുറങ്ങി റസൂലുള്ളാഹിനെ വിളിച്ചു ഉറങ്ങിയപ്പോ അള്ളാന്റെ റസൂല് സ്വപ്നത്തിൽ കിനാവിൽ വന്നു. ഒരാൾ വന്നു, ഒരു മനുഷ്യൻ വന്നു. അയാളെ കയ്യിൽ ഒരു കടലാസുണ്ട്. ആ കടലാസിൽ നിങ്ങളുടെ രോഗത്തിന്റെ മരുന്ന് ഇന്നതാണെന്ന് എഴുതിയ ഒരു ഷീറ്റ് എന്റെ കയ്യിലിരുന്നു. ഉറങ്ങി എണീച്ച് നോക്കുമ്പോ കയ്യിലൊരു ഷീട്ടുണ്ട്. മരുന്ന് സൂചിപ്പിച്ചുകൊണ്ട് അള്ളാന്റെ റസൂൽ സൂചിപ്പിച്ച മരുന്ന്. എന്റെ രോഗം അതോടുകൂടി എന്റെ രോഗം മാറിപ്പോയി. ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ആ മരുന്ന് ഞാൻ ഇന്നത് മരുന്നാണെന്ന് മാത്രമേ അതിൽ എഴുതിയിട്ടുള്ളൂ. മരുന്ന് സേവിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ന മരുന്ന് എന്ന് പറഞ്ഞു. ഇത് മരുന്നാണെന്ന് ആ കടലാസ് തന്നെ മരുന്നായി കൊടുത്തതാണ്. അങ്ങനെ ഇമാം ഖസ്തല്ലാനി പറയാ,
ഞാൻ വറക്കൽ നിന്ന് തുടർന്നു. നോക്കുമ്പോൾ ഫലം അജിദ് ബി വല്ലാഹി ശൈആ മിമ്മാ കുന്തു അജിദു. ഒരുപാട് കൊല്ലത്തോളം ഉണ്ടായ എന്റെ രോഗം ആ സ്വപ്നം കണ്ട് വറക്കൽ നീണീച്ച് നോക്കുമ്പോ ഒരു രോഗമില്ല, പൂർണ്ണാഫിയത്താണ്. സുബ്ഹാനല്ലാഹ്. ആരാ പറയുന്നത്? ഇമാം ഖസ്തലാനി അദ്ദേഹത്തിന്റെ കിതാബ് അൽ മവാഹിബുൽ ലദുന്നിയയിൽ രേഖപ്പെടുത്തുന്നു. വേറെ ആരുടെയും കഥയല്ല, അദ്ദേഹത്തിന്റെ ആ ഇമാമിന്റെ സ്വന്തം അനുഭവം കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ അള്ളാന്റെ റസൂലിനെ വിളിച്ചാൽ ഒന്നും കിട്ടൂല, അതിലൊരു ഫലമില്ല എന്നൊക്കെ പറയണ്ട. അത് ഏതോ ഈമാന് തെറ്റിപ്പോയ സലഫികൾ പറയുന്ന വാക്കാ. അവന്റെ കൂടെ കൂടിയാൽ ഈമാനില്ലാതെ കുഫ്രിയത്തിനായി ചത്തുപോകും. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. ഒന്നോ രണ്ടോ അല്ല 15-ലധികം വിഷയങ്ങളിൽ അള്ളാന്റെ റസൂലിനെ അപമാനിക്കുന്നവനാണ് സലഫി. ഒന്നോ രണ്ടോ അല്ല. ഞാൻ ഈ അടുത്തൊരു കിതാബ് നോക്കി, ഒരു വഹാബിന്റെ കിതാബ്, ഒരു പുസ്തകം, അറബി പുസ്തകം. ആ പുസ്തകം എടുത്തു നോക്കുമ്പോ ഒരു സ്ഥലത്ത് ആ മനുഷ്യൻ പറയാ, അള്ളാന്റെ റസൂലിന്റെ ഖബർ ഷരീഫിനെ പറ്റി ഒരു മുസ്ലിമിന്റെ തൊള്ളയിലും പറയാൻ പറ്റാത്ത വാക്ക്. എന്താ പറഞ്ഞറിയോ? മുഹമ്മദ് നബിന്റെ ഖബറും ഒരു വിഗ്രഹമാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാന്റെ റസൂലിന്റെ ഖബറിനെ പറ്റി വിഗ്രഹമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ പുസ്തകം എന്റെ കയ്യിൽ ഇന്നും അതിന്റെ 2 കോപ്പിയുണ്ട്, ഒന്നല്ല. അള്ളാന്റെ റസൂലിന്റെ ഖബർ ഷരീഫിനെ പറ്റി വിഗ്രഹമാണെന്ന് എഴുതി വെച്ചു. ഒന്നോ രണ്ടോ അല്ല എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂലിനെ അപമാനിക്കുന്ന 100 കണക്കിന് സംഭവങ്ങൾ, അവരെ പറ്റി മാത്രം പറയുന്ന, അവരെ വിഷയങ്ങൾ മാത്രം വിശദീകരിക്കുന്ന, ഈ ലോകത്ത് അവർ കാണിച്ച ചെറ്റത്തരങ്ങളും തമ്മാടിത്തരങ്ങളും മാത്രം വിശദീകരിക്കുന്ന 40-50-ലധികം കിതാബുകൾ എന്റെ കൈവശമുണ്ട്. ഇതൊരു വെറുതെ ആരോപിക്കുന്നല്ല, അതിനു വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു. ആരോപണങ്ങളല്ല, യാഥാർത്ഥ്യങ്ങളും വസ്തുതകളാണ്. അള്ളാന്റെ റസൂലിനെ മാത്രം അപമാനിക്കുന്ന ഏതെല്ലാം വിഷയങ്ങളുണ്ട് എന്ന് മാത്രം രേഖപ്പെടുത്തപ്പെട്ട ഒരു കിതാബ് എന്റെ കൈവശമുണ്ട്. ഏതെല്ലാം വിഷയങ്ങളിൽ അള്ളാന്റെ റസൂലിനെ അവർ അപമാനിക്കുന്നു. എന്തിനാണ് അപമാനിക്കാത്ത? നിങ്ങൾ നോക്ക്. എന്താണ്? അള്ളാന്റെ റസൂലിന്റെ ഉമ്മാനെ കാഫിർ എന്ന് പറയുന്നു. അള്ളാന്റെ റസൂലിന്റെ ഒരു സ്വലാത്തിന്റെ മജ്ലിസ് നടത്തുമ്പോ പാടില്ല എന്നും പറയുന്നു. അള്ളാന്റെ റസൂലിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി മക്കത്തേക്ക് മദീനത്തേക്ക് ഒരുത്തം പോയാൽ കാഫിറാണെന്നും പറയുന്നു. അള്ളാന്റെ റസൂലിനെ ബഹുമാനിച്ച് സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ ജന്മദിനം കൊണ്ടാടുമ്പോ അവൻ നരകത്തിലാണെന്നും പറയുന്നു. എന്താണ് റസൂലുള്ളാഹിനെ അവൻ അപമാനിക്കാത്ത? ഇങ്ങനെ എണ്ണിയാൽ 15-ലധികം വിഷയങ്ങൾ അള്ളാന്റെ റസൂലിനെ അപമാനിക്കുന്നു. അവന്റെ കൂടെ നിന്നിട്ടാണോ ദീൻ സംസാരിക്കേണ്ടത്? അവൻ പറയുന്നത് കേട്ടിട്ടാണോ? ഇടയാളന്മാരെന്തിന്, മിഡ്ൽമാൻ എന്തിന്, ഞങ്ങൾക്ക് നേരിട്ട് പടച്ചവനോട് ചോദിച്ചൂടെ എന്ന് ചോദിക്കുന്നത് ഏതെങ്കിലും വിവരമില്ലാത്ത ഏതെങ്കിലും വഹാബി പറഞ്ഞിട്ടാണോ പറയേണ്ടത്? അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമയം 10 മണി കഴിഞ്ഞു അല്ലെ? സമയം കഴിഞ്ഞില്ലേ? നിർത്തല്ലേ? ഞാൻ പറഞ്ഞാണെങ്കിൽ കുറേനും പറയാം, നിങ്ങൾ സ്വഭേരിക്കുന്നെങ്കിലും പറയും. അത്രമാത്രം വിഷയങ്ങളുണ്ട് അള്ളാന്റെ റസൂലിനെ പറ്റി പറയാൻ, 1-2 അല്ല. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഇന്ന് പറഞ്ഞത് മുഴുവനും എന്തിന് ബദരീങ്ങളെ വിളിക്കുന്നു, എന്തിന് ബദരീങ്ങളെ മിഡ്ൽമാനാക്കുന്നു, മധ്യസ്ഥനാക്കുന്നു, എന്തിന് മുഹിയുദ്ദീൻ ശൈഖിനെ ഇടയിൽ വെക്കുന്നു, നേരിട്ട് പടച്ചവനോട് ചോദിച്ചൂടെ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ടാവാം. ആധുനിക കാലമാണ്. എന്തൊക്കെ അള്ളാഹിനെ പറ്റി എന്തെല്ലാം ചിന്തിക്കുന്ന കാലമാണ് അല്ലേ? അള്ളാഹ് കാക്കട്ടെ നമ്മുടെ യുവാക്കളൊക്കെ. അല്ല ഇല്ല എന്ന് വാദിക്കാൻ തുടങ്ങി കുറെ ബാല്യക്കാർ. അല്ലാ എവിടെ എത്തി? സയൻസിന്റെ ആളുകളാണ് പോലും. സയൻസ് തിരിയാത്ത ഏറ്റവും വലിയ വിഡ്ഢിയാണ് അല്ല ഇല്ല എന്ന് പറയുന്നത്. അവനേക്കാളും ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢിയാരാ? അല്ല ഇല്ല എന്ന് പറയുന്നവനേക്കാൾ. ഞാൻ ഇപ്പൊ ആ വിഷയത്തിലേക്ക് കടക്കല്ല. നമ്മള് ജമിയത്തുൽ ഉലമന്റെ കീഴിൽ ഉസ്താദുമാർക്ക് ആ വിഷയം ഇങ്ങനെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പറഞ്ഞാൽ മണിക്കൂറുകളോളം പറയേണ്ടി വരും.
അല്ല ഉണ്ടോ ഇല്ലേ? ഒരു ബുദ്ധി എങ്ങനെ ഉണ്ടായി എന്ന് പോലും ചിന്തിക്കാൻ കഴിയാത്തൊരു സാധു അല്ലേ? അള്ളാഹു നമ്മുടെ ഈമാൻ കാക്കട്ടെ. അതുകൊണ്ട് കിട്ടവന്റെ വാത് കേൾക്കണ്ട. യൂട്യൂബ് തുറന്നാൽ എന്തും കിട്ടും. അവിടെ നിരീശ്വരവാദിയുടെ പ്രസംഗം കിട്ടും, അവിടെ യഹൂദിയുടെ പ്രസംഗം കിട്ടും. ഞാൻ ഈ അടുത്ത് ഒരാളോട് സംസാരിക്കുമ്പോൾ നാട്ടുകാരനെ ഒരാൾ പറഞ്ഞു, നമ്മളെ നാട്ടിന്റെ അടുത്ത് ഒരു ജൂതനുണ്ട്. ജൂതൻ എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതമൊന്നുമില്ല. ജൂതൻ എന്ന് പറഞ്ഞാല് ജന്മനാ ജൂതനല്ല, മുസ്ലിമായ കുടുംബത്തിൽ ജനിച്ച് ജൂതമതത്തിലേക്ക് കൺവേർട്ടായ ഒരാള് നമ്മുടെ തൊട്ടടുത്തുണ്ട്. ജൂതമതത്തിലെ അപ്പൊ എന്തായി? എന്തുകൊണ്ട് ജൂതനായി? യൂട്യൂബ് തുറന്നാൽ കിട്ടാത്ത വല്ലതുണ്ടോ? അവിടെ യൂട്യൂബ് തുറന്നാൽ ജൂതന്റെ പ്രസംഗം കിട്ടും, അവിടെ കാദിയാനിന്റെ പ്രസംഗം കിട്ടും, അവിടെ ക്രിസ്ത്യാനിന്റെ പ്രസംഗം കിട്ടും, അവിടെ ബുദ്ധമസ്താമാരുടെ പ്രസംഗം കിട്ടും, അവിടെ ജൈനമാരതും കിട്ടും, അവിടെ RSSകാരതും കിട്ടും. അവിടെ കിട്ടാത്തതൊന്നും ഇല്ലല്ലോ. അതിനൊക്കെ കേട്ടാലോ ഞങ്ങൾക്ക് ഈമാൻ ഉണ്ടാവോ? അതുകൊണ്ട് നല്ല വാള് കേൾക്കുക, നല്ല ഉപദേശങ്ങൾ ഉസ്താദുമാരെ കേൾക്കാൻ പറ്റിയ ഉസ്താദുമാരെ വാള് കേൾക്കുക. എല്ലാവരും കേട്ടാലൊന്നും വെച്ചു മനസ്സിലായില്ലേ? ഇപ്പൊ കുറെ അങ്ങനെ തരീക്കത്തിന്റെ കുറെ ആളുകളുണ്ടല്ലോ, സുബ്ഹാന ജല്ല ജലാലു, അങ്ങനെ കുറച്ച് കൂട്ടരൊക്കെ ഉണ്ട്. ഓൾ ഇന്ത്യ സൂഫി അസോസിയേഷൻ ആക്കിയിട്ട് ഈ അടുത്ത് ചങ്ങായി ഞങ്ങളൊക്കെ ദൈവരാണ്, ഞാനും ദൈവരാണ്, ഞാനും ദൈവമാണെന്ന് പറയുന്നത് ചങ്ങായി നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഏതെല്ലാം സൈസ് ഈ ലോകത്തുണ്ട്. അള്ളാഹു നമ്മളെ ഈമാൻ സലാമത്താക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒറ്റ ചരിത്രം മാത്രം പറഞ്ഞു, അള്ളാന്റെ റസൂലിന്റെ ഒരു ബറക്കത്തിന് വേണ്ടി ഒരു ചരിത്രം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളി ഉണ്ടാകുമ്പോൾ ഒരു സാധുവായ മനുഷ്യൻ അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നു പറ്റി പറയുന്നു, യാ റസൂലല്ലാഹ് അതൈനാക വമാ ലനാ ബഈറുൻ യഇതു വലാ സ്വബിയുൻ യസ്തബിഹു. നബിയേ, നാട്ടില് മഴയില്ലാതെ ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്, തണ്ണിയില്ല നബിയേ, ഒട്ടകങ്ങൾക്കും മൃഗങ്ങൾക്കും കുടിക്കാനുള്ള വെള്ളമില്ല നബിയേ. എന്നിട്ട് അദ്ദേഹം പാടിയാണ്, അതൈനാക വൽ അദറാഉ യദ്മാ ലബാനുഹാ വഖദ് ശഗലത് ഉമ്മുസ്സബി അനിത്ഫിലി وألقى بكفيه الشجاع استكانة من الجوع ضعفا ما يمر وما يهلي. ഓ നബിയേ, ഞങ്ങൾ തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ടുണ്ട് നബിയേ. യദ്മാ ലബാനുഹാ വൽ അദറാഉ യദ്മാ ലബാനുഹാ. യുവതികളായ ചെറുപ്പക്കാരത്തിയായ ബാലക്കാർത്തികളായ പെണ്ണുങ്ങളുടെ നെഞ്ചത്തിൽ നിന്ന് രക്തം ഒലിക്കുന്നു നബിയേ. വഖദ് ശഗലത് ഉമ്മുസ്സബി അനിത്ഫിലി. മുല കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കുന്ന ഉമ്മമാർക്ക് പോലും ഈ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റാത്ത വലിയ മുസീബത്തിൽ കുടുങ്ങിയിട്ടുണ്ട് നബിയേ. കുടിക്കാനുള്ള വെള്ളമില്ലാത്തത് കൊണ്ട് ഉമ്മമാർക്ക് പോലും കിടാക്കളെ നോക്കാൻ പറ്റുന്നില്ല നബിയേ. വഅൽഖാ ബികഫൈഹി ശുജാഉ ഇസ്തികാനതൻ മിനൽ ജൂഇ വഅഫൻ മാ യുമിറു വലാ യുഹ്ലി. നല്ല ധീരനായ ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ പോലും അവന് വെള്ളമില്ലാതെ, ആഹാരമില്ലാതെ, തിന്നാൻ കഴിയാതെ, തിന്നാനുള്ള ഭക്ഷണമില്ലാതെ നബിയേ, അവന് പോലും സുബ്ഹാനല്ലാഹ് കൈ തായോട്ടിട്ട് പോയിട്ടുണ്ട് നബിയേ. അവനിക്ക് ഒരു വാക്ക് പോലും സംസാരിക്കാൻ കഴിയാത്ത നിലയ്ക്ക് ദുർബലനായിട്ടുണ്ട് നബിയേ. വലാ ശൈഅ മിമ്മാ യഅകുലുന്നാസു ഇൻദനാ. ജനങ്ങൾ തിന്നുന്ന ഒരു സാധനവും ഞങ്ങൾ അടുക്കലില്ല നബിയേ. തിന്നാനുള്ള ഭക്ഷണമില്ല. എന്തല്ലാതെ സിവൽ അൻവലിൽ ആമി വലിൽ ഹിസിൽ ഫശിലി. ആ റോഡിന്റെ വക്കത്തുള്ള കൈപ്പേറിയ ആട്ടങ്ങ എന്നറിയുന്നൊരു സാധനമുണ്ടല്ലോ, അതല്ലാതെ വലിൽ ഹിസിൽ ഫശിലി
ഒട്ടകത്തിന്റെ മുതുകിൽ നിന്ന് ചുരണ്ടിയെടുത്ത ആ രോമങ്ങള് അതിനെ ചോരയിലേക്ക് മുക്കിയിട്ട് അതിനെ ഫ്രൈ ആക്കിയിട്ട് അത് തിന്നണമല്ലാതെ മറ്റൊന്നും ഞങ്ങൾ കയ്യിലില്ല നബിയേ. എന്താള് ആട്ടങ്ങ എന്ന് പറയുന്നൊരു സാധനം ഉണ്ട് നമ്മുടെ നാട്ടിലെ. ഇനി എന്ത് ചെല്ലുന്ന എനിക്കറിയില്ല. ആ കൈപ്പുള്ളൊരു സാധനം റോഡിന്റെ വഴിയിലെല്ലാം കിട്ടുന്നുണ്ട്. കൈപ്പുള്ള സാധനം ഒരു റൗണ്ടിന്റെ ആട്ടങ്ങ. ഗൂഗിൾ നോക്കിയാൽ കാണും അതിന്റെ ഫോട്ടോ. അതുപോലെ ഒട്ടകത്തിന്റെ രോമം അത് ചുരണ്ടിയെടുത്ത് രക്തത്തിൽ മുക്കി അതിനെ എണ്ണയിൽ ഫ്രൈ ആക്കി അതല്ലാതെ വേറെ ഒന്നുമില്ല നബിയെ തിന്നാൻ. സങ്കടം പറയാ അള്ളഹാനോടല്ലേ പറയേണ്ടത്? കഷ്ടമൊക്കെ റസൂലുള്ളാഹിനോടാ പറയേണ്ടത്, അള്ളഹാനോടല്ലേ പറയേണ്ടത്? എന്തിനാ മിഡ്ൽമാൻ? റസൂലുള്ളാഹിയോട് പറയുന്നു. എന്നിട്ട് പറയുന്നു അലൈസ ലനാ ഇല്ലാ ഇലൈകാ ഫിറാറുനാ വഅൈന ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റസൂലുസുലി. നബിയേ, ഞങ്ങളെ സങ്കടങ്ങള്, ഞങ്ങളെ കഷ്ടപ്പാടുകള്, ഞങ്ങളെ ബുദ്ധിമുട്ടുകള് അത് തങ്ങളടുത്ത് വന്ന് പറയല്ലാതെ മറ്റാരും ഞങ്ങൾക്കില്ല നബിയേ. തങ്ങളടുത്ത് വരാതെ പിന്നെ എവിടത്തേക്കാ ഞങ്ങൾ പോകേണ്ടത്? സുബ്ഹാനല്ലാഹ്. സ്വഹാബത്തിന്റെ വിശ്വാസം അങ്ങനെയായിരുന്നു. വലൈസ ലനാ ഇല്ലാ ഇലൈകാ ഫിറാറുനാ. തങ്ങളടുത്തേക്ക് അല്ലാതെ പിന്നെ ഞങ്ങൾ എവിടത്തേക്കാ പോകേണ്ടത്? മിഡ്ൽമാൻ. മധ്യസ്ഥൻ എന്തിനല്ലേ? റസൂലുള്ളാഹിനെ മിഡ്ൽമാനാക്കുന്നു, മധ്യസ്ഥനാക്കുന്നു, നബിയോട് സങ്കടം പറയുന്നു. അപ്പൊ അള്ളാന്റെ റസൂൽ എന്താ പറയേണ്ടത്? സലഫി പറയുന്നത് പോലെ പറയുകയാണെങ്കിൽ അള്ളാന്റെ റസൂൽ എന്ത് പറയണം? നീ എന്തിനാ എന്റെ അടുത്ത് വന്ന് പോയിട്ട് ദ്വാരക്കടാ അള്ളഹാനോട്, അള്ളഹാനോട് ചൊല്ലി എന്റെ എന്തിനാ ഇത് പറയേണ്ടുന്നത് എന്നല്ലേ മുഹമ്മദ് നബി ചോദിക്കേണ്ടത്? ഞാൻ മിഡ്ൽമാൻ അല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് പഠിച്ചവനോട് പറയാ, എന്നോടൊന്നും പറയണ്ടെന്നല്ലേ മുഹമ്മദ് നബി പറയേണ്ടത്? അങ്ങനല്ല മുഹമ്മദ് നബി പറഞ്ഞത്. അള്ളാന്റെ റസൂൽ എന്ത് പറഞ്ഞു? ഫഖാമ റസൂലുള്ളാഹ്, അള്ളാന്റെ റസൂൽ എണീച്ചു. അവിടുത്തെ മേൽത്തട്ടം ആ തട്ടം എടുത്തുകൊണ്ടുപോയി അള്ളാന്റെ റസൂൽ മിമ്പറിൽ കയറി. എന്നിട്ട് പഠിച്ചവനോട് പഠിച്ചവനെ നല്ല മഴ തരണല്ല. മഴ പെയ്തു, നല്ല മഴ പെയ്തു. അങ്ങനെ ഒരാഴ്ചക്കാലം മഴ പെയ്തു. സുബ്ഹാനല്ലാഹ്. അവസാനം ഒരാഴ്ച ശക്തമായ മഴ പെയ്താൽ എന്താവും? നാട് മുങ്ങൂലേ? നാട് മുങ്ങി. അവസാനം അടുത്ത ആഴ്ച അയാൾ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് നബിയെ, ഞങ്ങളുടെ നാടാകെ മുങ്ങിപ്പോയി നബിയെ, ഇനി മഴ വേണ്ട, ഇനി മഴ വേണ്ട നബിയെ, നാട് മുങ്ങി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അപ്പോൾ നബി വേണ്ടി വന്നു. ആ മഴനെ നിർത്താനും റസൂലുള്ളാഹി വേണ്ടി വന്നു. അള്ളാഹുവിന്റെ റസൂൽ വീണ്ടും പറഞ്ഞു, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ. പടച്ചവനെ, ഞങ്ങൾക്ക് ഇപ്പൊ തൽക്കാലം മഴ വേണ്ട, പരിസരത്ത് വന്നോട്ടെ, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. ഫൻജാബ സഹാബു അനിസ്സമായി ഹത്താ അഹദഖ ബിൽ മദീനത്തി കൽ ഇക്ലീൽ. ഹദീസിൽ കാണാം, ആകാശത്തിലേക്ക് നോക്കുമ്പോ ഇങ്ങനെ ഒരു ചക്രം പോലെ, ആകാശത്തിൽ മേഘം ഇങ്ങനെ ഒരു ചക്രം പോലെ, മദീനത്ത് മാത്രം ഓപ്പണായി ആ മേഘം മുഴുവനും ബാക്കി ഭാഗത്ത് ഇങ്ങനെ ചക്രം പോലെ നിൽക്കുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാന്റെ റസൂല് സന്തോഷത്തോടു കൂടി അവിടുന്ന് സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, എന്താ? ലില്ലാഹി അബൂ ത്വാലിബിൻ ലൗ കാന ഹയ്യൻ ഖറത് ഐനാഹു മൻ യുൻഷിദുനാ ഖൗലഹു. എന്റെ പ്രിയപ്പെട്ട എളാപ്പ അബൂ ത്വാലിബ് എങ്കാലും ഇപ്പൊ ജീവിച്ചിരുന്നുവെങ്കിൽ എത്ര സന്തോഷാകുമായിരുന്നു. ആ അബൂ ത്വാലിബ് പാടിയൊരു പാട്ടുണ്ട്, ആർക്കെങ്കിലും അറിയോ? പാടുവോ എന്ന് ചോദിച്ചു സ്വഹാബത്തിനോട്. അബൂ താലിബ് പാടിയ എന്റെ എളാപ്പ, നബിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എളാപ്പ അബൂ താലിബ്, ആരെങ്കിലും അബൂ താലിബ് പാടിയ പാട്ട് പാടുമോ? അള്ളാന്റെ റസൂൽ സഹാബത്തോട് ചോദിക്കുമ്പോ അലി റളിയല്ലാഹു അൻഹു കൂട്ടത്തിൽ എണീച്ചുകൊണ്ട് പറഞ്ഞു, അനയാ റസൂലല്ലാ, ഞാൻ പാടാ നബിയേ. അബൂ താലിബ് എന്താ പാടിയത്? വഅബീഉ യുസ്തസ്ഖൽ ഗമാമു ബിവജിഹി ثمار اليتامى عصمة للأرامل يلوذ به الهلاك من آل هاشم فهم عنده في نعمة وفواضل.
അബൂ താലിബ് പാടിയ പാട്ടാ പണ്ട്. എന്താ പാടിയതറിയോ? അള്ളാന്റെ റസൂല് ചെറിയ കുഞ്ഞായിരിക്കുമ്പോ, കിടാവായിരിക്കുമ്പോ, അന്ന് നാട്ടിൽ മഴയില്ലെങ്കിൽ, നമ്മുടെ നാട്ടിൽ മഴയില്ലെങ്കിൽ എന്താക്കുന്നത്? ചക്കരങ്ങഞ്ഞി വെക്കുന്നല്ലേ? നമ്മുടെ നാട്ടിൽ മഴയില്ലെങ്കിൽ എല്ലാണ്ടും ചക്കരങ്ങഞ്ഞി വെക്കും, എല്ലാണ്ടും ഉണ്ടോളൂ. മെയ് മാസം അല്ല, ഏകദേശം ഒരു മെയ് ജൂൺ ഒരു മഴ വന്നില്ലെങ്കിൽ ചക്കരക്കഞ്ഞി വെക്കും. അന്ന് അങ്ങനല്ലേ, ചക്കരക്കഞ്ഞി വെച്ചതല്ല. മഴയില്ലാതാകുമ്പോ ഈ ചെറിയ കിടാവാകുന്ന അള്ളാന്റെ റസൂല്, അന്ന് കിടാവാണ്, ഈ കിടാവിനെ കൊണ്ടുപോയി കാബന്റെ അടുത്ത് നിർത്തിയിട്ട് അതിന്റെ മതിലേക്ക് ചാരി നിർത്തിയിട്ട് കിടാവിന്റെ മുഖം മേൽപോട്ടാക്കും. ആരെ കിടാവ്? ആരെ മുഖം? അള്ളാന്റെ റസൂലിന്റെ. അന്ന് റസൂലല്ല, നബിയായി, നുബൂവത്ത് കിട്ടിയിട്ടില്ല, 40 വയസ്സിലല്ലേ നുബൂവത്ത്. ആ കിടാവായ റസൂലുള്ളാഹിനെ കാബന്റെ അടുത്ത് കൊണ്ടുപോയി ഈ കിടാവിന്റെ മീട് മുഖം മേൽപോട്ടാക്കും. അങ്ങനെ മേൽപോട്ടാക്കുമ്പോ മഴ പെയ്യും. അത് പണ്ട് ചെയ്തതാ. അതിനെ കുറിച്ചാണ് അബൂ താലിബ് പാടിയത്. നല്ല വെളുത്ത മുഖമാണ്, പ്രകാശിക്കുന്ന നല്ല ചന്തത്തിന്റെ മുഖമാണ്. ഈ പരിശുദ്ധമായ സുന്ദരമായ മുഖം കൊണ്ട് മകനെ തേടപ്പെടുന്നു. ഈ മുഖം മേൽപോട്ട് കാണിച്ചാൽ മഴ പെയ്യുന്നു. പോരാ, ഈ കുഞ്ഞാരാണ്? അബൂ താലിബിനത് മനസ്സിലായിട്ടുണ്ട്. അനാഥ മക്കളുടെ, യതീം കുട്ടികളെ കാവലുകാരനാണ്, അനാഥ മക്കളെ പോറ്റുന്ന ആളാണ്. ഇസ്മത്തുല്ലിൽ അറാമിലി, വിധവകളായ ഭർത്താവ് മരിച്ചുപോയ പെണ്ണുങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന, ജീവിതം നൽകുന്ന, അവർക്ക് കാവൽ നൽകുന്ന ആളാണ്. മിൻ ആലി ഹാഷിമി, ഹാഷിം കുടുംബത്തിൽപ്പെട്ട ആളുകള് ആ റസൂലുള്ളാഹിനെ കൊണ്ട് കാവലിനെ തേടുന്നു. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി തങ്ങൾ കിടാവായിരിക്കുമ്പോ അബൂ താലിബ് പാടിയ പാട്ടാ. ഈ പാട്ടാരെങ്കിലും പാടുമോ? അള്ളാന്റെ റസൂൽ ചോദിച്ചപ്പോ അലി ഇബ്നു അബീ താലിബ് തങ്ങള് മദീനത്തെ പള്ളിയിൽ നിന്നുകൊണ്ട് പാട്ട് പാടുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇമാം തബറാനി അടക്കമുള്ള 100 കണക്കിലെ മുഹദ്ദിസുകൾ ഈ സംഭവം ഉദ്ധരിക്കുന്നു. വിഡ്ലിമാനല്ലേ അള്ളാന്റെ റസൂൽ? മഴയില്ലാത്ത സമയത്ത് മുഖം മേൽപോട്ട് കാണിക്കുമ്പോൾ മഴ പെയ്യുന്ന ആള് മുഹമ്മദ് നബി. സുബ്ഹാനല്ലാഹ്. മഴ ചോദിച്ചപ്പോ മഴ കൊടുത്തു, മഴ വേണ്ടെന്ന് നിർപ്പോൾ മഴ നിർത്തി. ആ പവർ അള്ളാഹു തആല കൊടുത്തു. ഇന്നമാ വലിയുകുമല്ലാഹ്, നിങ്ങളെ സഹായി അള്ളാഹു ആണ്. പോരാ, അള്ളാന്റെ റസൂൽ, അല്ല മാത്രല്ല, അവന്റെ റസൂലും നിങ്ങളെ സഹായിക്കാനുണ്ട്. ചരിത്രം 1 2 സാധുവായ ഞാനൊരു കിതാബ് എഴുതുന്നുണ്ട്. 100-ലധികം ചരിത്രം അള്ളാന്റെ റസൂലിനെ വിളിച്ചത്, ഔലിയാക്കളെ വിളിച്ച ചരിത്രങ്ങള് അതിൽ കൊടുക്കുന്നുണ്ട്. 1 2 അതൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ശോഭയോരേ പറയേണ്ടി വരും, ദിവസങ്ങളോളം പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് വിവരമില്ലാതെ എന്തെങ്കിലും പറയരുത്, പഠിക്കാതെ എന്തെങ്കിലും പറയരുത്. തുടക്കത്തിൽ പറഞ്ഞല്ലോ, സംശയം കുടുങ്ങിയാൽ പഠിച്ച ഉസ്താദന്മാരോട് ഒന്ന് ചോദിക്കുക, ഇതെന്താണ് ഉസ്താദേ, അല്ലാതെ ഇങ്ങനെ ദീന് പറയലല്ല. അപ്പൊ മിഡിൽമാനാക്കുന്നത് ഇസ്ലാമിലുണ്ട്, മധ്യസ്ഥനാക്കുന്നത് ഇസ്ലാമിലുണ്ട്, ബദരീങ്ങളെ വിളിക്കുന്നവരും ഇസ്ലാമിലുണ്ട്, മുഹയ്യിദ്ദീൻ ശൈഖിനെ വിളിക്കണമെന്ന് ഇസ്ലാമിലുണ്ട്. അതൊക്കെ ഉള്ളതാ. അത് പഠിച്ചവർക്കറിയാം, പഠിക്കാത്തവർക്കറിയില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് സാധുവായി ഞാൻ നടത്തുന്ന ദാറുൽ മുസ്തഫയുടെ 10ാം വാർഷികവും എന്റെ ദർസിന്റെ 25ാം വാർഷികം മഹാസമ്മേളനം